ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് യൂണിറ്റ് 2 ചേഞ്ച് മോഡേണൈസേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇത് നമ്മളുടെ ബ്ലോക്ക് 1 തന്നെ വരുന്ന രണ്ടാമത്തെ യൂണിറ്റ് ആണ്. അപ്പൊ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കോൺസെപ്റ്റുകൾ അടുത്ത സ്ലൈഡുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ യൂണിറ്റില് ഡെവലപ്മെന്റിനെ പറ്റിയിട്ട് പഠിച്ചല്ലേ. അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മള് പ്രോഗ്രസ് ആണ്, അതുപോലെ ഗ്രോത്ത് ആണ്, എവല്യൂഷൻ ആണ്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ഡെവലപ്മെന്റിനെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. നമ്മളുടെ ഒരു സൊസൈറ്റിയിൽ പ്രോഗ്രസ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു എവല്യൂഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡെവലപ്ഡ് കൺട്രി ആണെന്ന് നമ്മൾ, അല്ലെങ്കിൽ ഒരു ഡെവലപ്ഡ് സൊസൈറ്റി ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ. അതുപോലെ തന്നെ വേരിയസ് സോഷ്യോളജിസ്റ്റുകളുടെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് നമ്മൾ ഡെവലപ്മെന്റിനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ചേഞ്ചസ് വരുന്നുണ്ട്. അതുപോലെ മോഡേണൈസേഷനിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു ഡെവലപ്മെന്റ് പെർസ്പെക്റ്റീവിലുള്ളത് അല്ലെ. മോഡേണൈസേഷനും കൊണ്ട് ഡെവലപ്മെന്റിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി ഹ്യൂമൻ സൊസൈറ്റിക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ചേഞ്ചസ്, ഒരുപാട് മാറ്റങ്ങൾ ഡെവലപ്മെന്റിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കൂടുതലായിട്ടുള്ള ആ ഒരു മോഡേണൈസേഷൻ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സോഷ്യോളജിസ്റ്റ് ആൻഡ് ആന്ത്രപ്പോളജിസ്റ്റുകൾ അവര് ഈ ഒരു ചേഞ്ചുകളെ പറ്റി, ഈ ഒരു ഡെവലപ്മെന്റിലൂടെ വന്നിട്ടുള്ള, ഈ ഒരു പ്രോസസ്സിൽ വന്നിട്ടുള്ള ചേഞ്ചുകളെ പറ്റി ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മോഡേണൈസേഷൻ എന്ന് പറയുന്നത് റിലേറ്റീവ്ലി എന്താണ്, ഒരു പുതിയ കോൺസെപ്റ്റ് ആയിരുന്നു അല്ലെ. നമ്മൾ ചേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം മോഡേണൈസേഷൻ എന്ന് പറയുന്നത് ഒരു സമയത്ത് പുതിയൊരു കോൺസെപ്റ്റ് ആയിരുന്നു സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ. മോഡേണൈസേഷൻ നല്ലൊരു കോൺസെപ്റ്റ് ആയിരുന്നല്ലേ, കാരണം ഒരുപാട് മാറ്റങ്ങൾ, പുതിയ പുതിയ ചിന്താഗതികളൊക്കെ നമ്മൾ മോഡേണൈസേഷനിലൂടെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ മോഡേണൈസേഷൻ എന്ന് പറയുന്നത് പക്ഷെ ഒരുപാട് ക്രിറ്റിസിസം നമുക്ക് സൊസൈറ്റിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അല്ലെ. ഒരുപാട് ക്രിറ്റിസിസം നമുക്ക് മോഡേണൈസേഷനിലൂടെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ മോഡേണൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, പുതിയൊരു ഐഡിയ ആണ്. നമ്മൾ ചേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ചേഞ്ച് എന്താ, ഒരു മാറ്റം. പക്ഷെ ഈ ചേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ഐഡിയ ആയിരുന്നു മോഡേണൈസേഷൻ എന്ന് പറയുന്നത്. മോഡേണൈസേഷൻ കൊണ്ട് എന്തായിരുന്നു മീൻ ചെയ്തിരുന്നത്? എല്ലാ രീതിയിലുമുള്ള ഡെവലപ്മെന്റ്, മോഡേൺ ആയിട്ടുള്ള ഇൻഡസ്ട്രികൾ വരിക, സിറ്റികൾ വരിക, മോഡേൺ രീതിയിലുള്ള എഡ്യൂക്കേഷൻ, അതുപോലെ ഡെമോക്രസിയിലായിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, എല്ലാ രീതിയിലുമുള്ള മോഡേൺ ആയിട്ടുള്ള ഒരു പുതുമയോട് കൂടിയിട്ടുള്ള ഒരു മാറ്റത്തെയാണ് നമ്മൾ മോഡേണൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആ കുട്ടി ഭയങ്കര മോഡേണാ, അപ്പൊ അങ്ങനെ പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ട്രഡീഷണൽ അല്ല, മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകൾ യൂസ് ചെയ്യുന്നു, എല്ലാ രീതിയിലും മോഡേൺ ആയിട്ട് നടക്കുന്നു. അപ്പൊ അതാണ് മോഡേണൈസേഷൻ എന്ന് പറയുന്നത്. മോഡേൺ ആയിട്ടുള്ള രീതിയിൽ സൊസൈറ്റി ഒരുപാട് മാറ്റങ്ങളിലേക്ക് വന്നു. അപ്പൊ അത് നല്ലൊരു സൈൻ ആണോ എന്ന് വെച്ചാൽ നല്ല സൈനാണ്, ഒരുപാട് മാറ്റങ്ങൾ വന്നു. പക്ഷെ അതുകൊണ്ട് ഒരുപാട് പ്രോബ്ലവും നമുക്ക് സൊസൈറ്റിയിൽ വന്നിട്ടുണ്ട് അല്ലെ. നമ്മളുടെ ട്രഡീഷൻ, നമ്മൾ നിലനിർത്തി പോന്നിരുന്ന നമ്മളുടെ ട്രഡീഷനുകളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. നമ്മുടെ ട്രഡീഷനും പഴയ ആചാരങ്ങളൊക്കെ കുറഞ്ഞ് അവിടെ എന്തായി, മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഇടം പിടിച്ചല്ലേ. അതുപോലെ ഈ മോഡേണൈസേഷൻ എവിടുന്നാ വന്നേ? ഈ മോഡേൺ ചിന്താഗതി, മോഡേൺ ആയിട്ടുള്ള ഫുഡിന്റെ രീതികളും ഡ്രസ്സും ഒക്കെ വന്നത് നമ്മൾ വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതല്ലേ. അതുകൊണ്ട് തന്നെ ഈ മോഡേണൈസേഷൻ വന്നതുകൊണ്ട് വെസ്റ്റേൺ ഐഡിയാസും വെസ്റ്റേൺ ചിന്താഗതിക്കൊക്കെ ഡോമിനൻസ് വരികയും ഒരു അൺഈക്വൽ ആയിട്ടുള്ള ഗ്രോത്ത് അവിടെ ഉണ്ടാവുകയും ചെയ്തു. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വാല്യൂസും നമ്മുടെ കൾച്ചറൊക്കെ കുറഞ്ഞിട്ട് ഈ ഒരു വെസ്റ്റേൺ ആയിട്ടുള്ള ഐഡിയാസിനൊക്കെ കൂടുതൽ ഡോമിനൻസ് നമ്മൾക്ക് ഈ ഒരു മോഡേണൈസേഷനിൽ വരുമ്പോൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സൈൻ ആണ് അല്ലെ. എല്ലാ രീതിയിലും എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, റിസോഴ്സസ് ആയിക്കോട്ടെ, ആളുകളുടെ പാർട്ടിസിപ്പേഷനിലായിക്കോട്ടെ, മൊത്തത്തില് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്, ഒരു മാറ്റം. അതുപോലെ തന്നെ നമ്മൾ പോവേർട്ടി, ഇനീക്വാലിറ്റി, പുവർ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഈ ഒരു ഡെവലപ്മെന്റിനെ തടയുന്ന ഘടകങ്ങളാണ്. നമ്മൾ വളർച്ച നമുക്ക് സൊസൈറ്റിയിൽ ഉണ്ടാവുമെങ്കിലും നമ്മൾക്ക് ഈ പോവേർട്ടി, ഇനീക്വാലിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഈ ഒരു വളർച്ചയെ നമ്മൾ തടയുന്ന ഘടകങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ സൊസൈറ്റിയിലും ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുള്ളത് ഒരുപോലെ അല്ല.
ഓരോ സൊസൈറ്റിയും ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ സൊസൈറ്റിയും ഒരുപോലെ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല അല്ലെ. ഇനി സോഷ്യൽ ചേഞ്ചിലേക്ക് വരുമ്പോൾ, ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ കാലക്രമേണ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ചേഞ്ചിങ് സൊസൈറ്റി ഓവർ ടൈം ആണ് അല്ലെ. കാലക്രമേണ നമ്മൾ ഈ ഒരു മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്താ, എല്ലാ രീതിയിലും നമ്മൾ അഫക്ട് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് നമുക്കൊരു മാറ്റം ഉണ്ട്. ഇപ്പൊ ഒരു COVID-19 ഒക്കെ സമയത്ത് എന്താ പറയാ, മൊത്തത്തിൽ സൊസൈറ്റി മാറി, എല്ലാ ആസ്പെക്റ്റിലും സൊസൈറ്റി മാറി അല്ലെ. എക്കോണമിക്കലി, സാമ്പത്തികപരമായ ഒരുപാട് മാറ്റങ്ങൾ അവിടെ വന്നു. എഡ്യൂക്കേഷൻ, നമ്മുടെ വിദ്യാഭ്യാസമൊക്കെ ഓൺലൈനായി, ഒരുപാട് മാറ്റങ്ങൾ അവിടെ വന്നു. സോഷ്യലി ആളുകളുടെ ഇന്ററാക്ഷനിലൊക്കെ മാറ്റങ്ങൾ വന്നല്ലേ. അപ്പൊ ചേഞ്ച് എന്ന് പറയുമ്പോൾ, ഒരു മാറ്റം എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ ആസ്പെക്റ്റിലും അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. സോഷ്യലി, എക്കോണമിക്കലി, കൾച്ചറലി, പൊളിറ്റിക്കലി, ടെക്നോളജിക്കലി, ഡെമോഗ്രാഫിക്കലി, എല്ലാ രീതിയിലും അവർക്ക് ആ ഒരു ആസ്പെക്റ്റിൽ മാറ്റം ഉണ്ടാവുകയാണ് അല്ലെ. എല്ലാ രീതിയിലും റിലേഷൻഷിപ്പ്, ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, കൾച്ചർ ആയിക്കോട്ടെ, ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, സോഷ്യൽ സ്ട്രക്ചർ ആയിക്കോട്ടെ, എല്ലാ രീതിയിലും അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്, ചേഞ്ച് ഉണ്ടാവുകയാണ് ഈ ഒരു സോഷ്യൽ ചേഞ്ചിലൂടെ നമുക്ക് സംഭവിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ സോഷ്യൽ ചേഞ്ചിനെ പറ്റി നോക്കുമ്പോൾ കുറച്ച് ഡെഫിനിഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ആദ്യത്തേതാണ്, അക്കോർഡിംഗ് ടു മാർക്കേവർ ആൻഡ് പേജ് 1949 സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ സോഷ്യൽ റിലേഷൻഷിപ്പ്, നമ്മളുടെ ആളുകളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെയാണ് സോഷ്യൽ ചേഞ്ച് എന്ന് മാർക്കേവർ ആൻഡ് പേജ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതായത് ആളുകളുടെ ലിവിങ് കണ്ടീഷൻ ആയിക്കോട്ടെ, ആളുകളുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ബിലീഫ്, നേച്ചർ, എൻവയോൺമെന്റ്, അങ്ങനെ മൊത്തത്തില് ആളുകളുടെ റിലേഷൻഷിപ്പുകളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. പഴയ പോലെ ആയിരുന്നില്ല ഇപ്പോഴത്തേക്ക് റിലേഷൻഷിപ്പുകൾ, പഴയ കാലത്തെ പോലെ അല്ല. റിലേഷൻഷിപ്പിന്റെ ചിന്താഗതിയിലൊക്കെ ആളുകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇപ്പൊ ഫാമിലിയിലായിക്കോട്ടെ ബോണ്ടിങ് ഒക്കെ ഒരുപാട് കുറഞ്ഞു വന്നു. ഇപ്പം നമ്മൾക്ക് ഇപ്പോഴത്തേക്ക് കാലത്ത് നമ്മളുടെ നെയ്ബേഴ്സിനൊന്നും കൂടുതൽ നമ്മൾ കോണ്ടാക്ട് ഇല്ല, അവരായിട്ട് ഇന്ററാക്ഷൻ ഒന്നുമില്ല. അപ്പൊ ആളുകളുടെ റിലേഷൻഷിപ്പുകളിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, പണ്ടൊക്കെ എപ്പോഴും നമ്മൾ ഗ്യാദർ ചെയ്യാറുണ്ടായിരുന്നു. പണ്ടത്തെ ഒരു കാലം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ മീറ്റ് ചെയ്യാനും സംസാരിക്കാനൊക്കെ ഒരുപാട് സമയങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ എന്താണ്, നമുക്ക് അതിനൊന്നും സമയങ്ങളില്ല, നമ്മൾ നമ്മുടേതായിട്ടുള്ള ലൈഫിൽ ബിസി ആയിട്ടിരിക്കുക. അപ്പം ആ റിലേഷൻഷിപ്പിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നമുക്കിപ്പോ വന്നതായിട്ട് കാണാൻ പറ്റും. മാക്കേവർ ആൻഡ് പേജ് പറയുന്നത് ഈ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പുകളിൽ വന്നിട്ടുള്ള ഒരു മാറ്റത്തെയാണ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലൻബർഗ് പറയുന്നത്, എനി മോഡിഫിക്കേഷൻ ഇൻ ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് കണ്ടീഷൻസ്, നമ്മളുടെ ഹ്യൂമൻ റിലേഷൻഷിപ്പുകളിൽ വന്നിട്ടുള്ള മോഡിഫിക്കേഷൻ, അതുപോലെ എന്തെങ്കിലും സ്റ്റാൻഡേർഡ്സ് ഓഫ് കണ്ടക്റ്റിനെയാണ് നമ്മൾ സോഷ്യൽ ചേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അക്കോർഡിംഗ് ടു ജഡ്സൺ ആർ ലാൻഡിസ് പറയുന്നത്, ചേഞ്ച് എന്താണ്, സ്ട്രക്ചർ ആൻഡ് ഫങ്ഷനിങ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്, നമ്മളുടെ സോഷ്യൽ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള എന്തെങ്കിലും ഒരു സ്ട്രക്ചറിലോ അതിന്റെ ഫങ്ഷനിങ്ങിലോ മൊത്തത്തിലുള്ള പ്രവർത്തനത്തിലോ വന്നിട്ടുള്ള മാറ്റത്തെയാണ് നമ്മൾ സോഷ്യൽ ചേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്കോർഡിംഗ് ടു കോയിൻ, ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് ലൈഫ് പാറ്റേണിൽ, ആളുകളുടെ ലൈഫ് പാറ്റേണിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. പണ്ടത്തെ പാറ്റേണിലല്ല അല്ലെ, പണ്ടത്തെ ഒരു സിസ്റ്റമേ അല്ല ഇന്ന് ഫോളോ ചെയ്യുന്നത്. ഇന്ന് എല്ലാ കാര്യങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് സൊസൈറ്റിയിൽ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ മൊത്തത്തിൽ ആളുകളുടെ പാറ്റേൺ, ലൈഫ് പാറ്റേണിൽ വന്നിട്ടുള്ള മാറ്റത്തെയാണ് ചേഞ്ച് എന്നാണ് അക്കോർഡിംഗ് ടു കോയിങ്ങിന്റെ ഡെഫിനിഷനിൽ പറയുന്നത്. ഇനി അക്കോർഡിംഗ് ടു എം.ഇ. ജോൺസ് പറയുന്നുണ്ട്, സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ പ്രോസസ്സിലുള്ള വേരിയേഷൻസ്, അതുപോലെ തന്നെ ആളുകളുടെ ഇന്ററാക്ഷനിലും പാറ്റേൺസ്, അതുപോലെ ഓർഗനൈസേഷൻസിലൊക്കെ വന്നിട്ടുള്ള മാറ്റങ്ങളെയാണ് സോഷ്യൽ ചേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്കോർഡിംഗ് ടു എം.ഇ. ജോൺസ്. ഇപ്പൊ സോഷ്യൽ പ്രോസസ് എന്താണ്, നമ്മളുടെ കോപ്പറേഷൻ, കോൺഫ്ലിക്റ്റ്, അസിമിലേഷൻ, അക്കോമഡേഷൻ. അപ്പൊ ഈ കാര്യങ്ങളിലൊക്കെ ഇപ്പൊ കോപ്പറേഷൻ ആയിക്കോട്ടെ, കോൺഫ്ലിക്റ്റ് ആയിക്കോട്ടെ, ഒരുപാട് വേരിയേഷൻസ് വരാൻ തുടങ്ങി, പല രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകൾ വരാൻ തുടങ്ങി, കോമ്പറ്റീഷൻസ് ഒക്കെ കൂടാൻ തുടങ്ങി. അതുപോലെ തന്നെ ആളുകളുടെ ഇന്ററാക്ഷനിലുള്ള പാറ്റേൺസ് ഒക്കെ മാറിയിട്ടുണ്ട് അല്ലെ. നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നാലും പണ്ടത്തെ രീതിയിലല്ല, ഇപ്പൊ കുറച്ചുകൂടെ ഓൺലൈനായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വീഡിയോ കോളിലും അങ്ങനെ സ്നാപ്ചാറ്റ്, ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു പാറ്റേൺ ഓഫ് ഇന്ററാക്ഷനിലൊക്കെ നമ്മൾക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു മാറ്റത്തെയാണ് സോഷ്യൽ ചേഞ്ച് എന്ന് എം.ഇ. ജോൺസ് പറയുന്നത്. ഇനി അക്കോർഡിംഗ് ടു കിങ്സ്ലി ഡേവിസ് 1949 only those alterations that affect the organization structure and
ഫങ്ഷൻസ് ഓഫ് സൊസൈറ്റി, അതായത് സൊസൈറ്റിയുടെ സ്ട്രക്ചറിനോ ഫങ്ഷനിനോ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് അല്ലെ. അതായത് ഒരു മാറ്റം എന്ന് പറയുന്നത് സ്ട്രക്ചറിനെയോ ഫങ്ഷനെയോ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളതാണെങ്കിൽ നമ്മൾ സോഷ്യൽ ചേഞ്ച് എന്ന് നമ്മൾ ആ മാറ്റത്തെ പറയുന്നുണ്ട്. ഇനി അക്കോർഡിംഗ് ടു റോബർട്ട് എ നിസ്ബറ്റ് 1969 നമ്മളുടെ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? സക്സഷൻ ഓഫ് ഡിഫറൻസസ് ഓവർ ടൈം വിത്തിൻ ദ സെയിം സൊസൈറ്റി. ഇനി നമ്മളുടെ സൊസൈറ്റിയിൽ, ഒരേ സൊസൈറ്റിയിൽ തന്നെ സക്സഷനും അതുപോലെ ഡിഫറൻസും ഒരേ ടൈമിൽ കാലക്രമേണ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നുണ്ട്. ഇനി അക്കോർഡിംഗ് ടു ജോൺ ജെ മക്യോൺസ് എന്താ പറയുന്നത്? ട്രാൻസ്ഫോർമേഷൻ വെയിറ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് കൾച്ചർ ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓവർ ടൈം. നമ്മളുടെ കൾച്ചറിലും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഒക്കെ വരുന്ന ട്രാൻസ്ഫോർമേഷൻസ്, ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ വരുന്ന മാറ്റങ്ങളെ നമ്മൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ വരുന്ന മാറ്റങ്ങളെ നമ്മൾ സോഷ്യൽ ചേഞ്ച് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അക്കോർഡിംഗ് ടു ജോൺ എച്ച് മക്യോണിസ്. അപ്പൊ ഡിഫറെന്റ് പെർസ്പെക്റ്റീവിൽ നിന്നിട്ടുള്ള ഡെഫിനിഷൻസ് ആണ് നമ്മൾ സോഷ്യൽ ചേഞ്ചിനെ പറ്റി കൊടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ സൊസൈറ്റിയിൽ വന്നിട്ടുള്ള പാറ്റേൺസിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ആളുകളുടെ ഇന്ററാക്ഷനിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, മൊത്തത്തിലുള്ള ഫങ്ഷനിങ്ങിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, മൊത്തത്തിലുള്ള ഡിഫറൻസ്, ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സോഷ്യൽ ചേഞ്ച് എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഇനി നമ്മൾ കൾച്ചറൽ ചേഞ്ചിലേക്ക് വരുമ്പോൾ നമ്മളുടെ സോഷ്യൽ ചേഞ്ച് പോലെ തന്നെ നമുക്ക് കൾച്ചറിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട് അല്ലെ. ഇപ്പൊ സൊസൈറ്റി എന്ന് പറയുമ്പോൾ കൾച്ചറലി നമുക്ക് ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പൊ കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും നമുക്ക് ഫിക്സ്ഡ് ആണെന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആണ്, എപ്പോഴും ഒരേപോലെയാണെന്ന് പറയാൻ പറ്റില്ല അല്ലെ. നമ്മൾ കൾച്ചറിനെ പറ്റി നോക്കുമ്പോൾ എപ്പോഴും നമ്മുടെ പഴയ കൾച്ചറൊക്കെ പോയിട്ട് എപ്പോഴും പുതിയ 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 കൾച്ചേഴ്സ് വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മുടെ എന്തെങ്കിലും ഫംഗ്ഷൻ ആയിക്കോട്ടെ, ഇപ്പൊ ഓണം എടുത്തിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് എന്താ, എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ഒരുപാട് കൾച്ചേഴ്സ് ഉണ്ടായിരുന്നല്ലേ ഓണത്തിന്. ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓണത്തിന് ചെയ്യുമായിരുന്നു. ഇപ്പൊ 10 ദിവസം നമ്മൾ ഓരോ പാലിക്കേണ്ടതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലേ. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറിയിട്ട് ഇപ്പൊ പുതിയ 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 കാര്യങ്ങൾ നമ്മൾ ഓണത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക അല്ലെ. നമ്മുടെ കൾച്ചറിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ, ന്യൂ ആയിട്ടുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ വാഴയിലയിലൊക്കെ സദ്യ കഴിച്ചിരുന്നവർ ഇപ്പൊ എത്ര വീട്ടിൽ വാഴയിലയിൽ കഴിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ എന്താ പറയാ, പലരും പേപ്പർ വാഴയിലകളും അങ്ങനെ അതിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ വീട്ടിലൊക്കെ സദ്യ ഉണ്ടാക്കുന്നതിന് പകരം ഇപ്പൊ കാറ്ററിങ്ങിന് കൊടുക്കുക, അവിടെയൊക്കെ നമുക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഓൾഡ് ആയിട്ടുള്ള പാർട്ട് മാറിയിട്ട്, പഴയ പാർട്ട് മാറിയിട്ട് ന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കൾച്ചറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഫിക്സ്ഡ് അല്ല. കൾച്ചറിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾക്ക് കാലക്രമേണ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഇൻവെൻഷൻ, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ, ഇപ്പൊ ടെലിഫോണ്, എയറോപ്ലെയിന്, ഒരുപാട് പുതിയ 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 കണ്ടുപിടുത്തങ്ങൾ നമ്മൾ കൾച്ചറിൽ വന്നിട്ടുണ്ട് അല്ലെ. മെറ്റീരിയലും ആയിക്കോട്ടെ, അതുപോലെ വേറെ രീതിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് വന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റൂല്ലേ. അതുപോലെ തന്നെ ഒരുപാട് ഡിസ്കവറി, പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ഡിസ്കവർ ചെയ്യുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഡിഫ്യൂഷൻ, നമ്മുടെ സ്പ്രെഡ് ചെയ്യാണ് ഈ ഒരു ഐഡിയാസും കൾച്ചറും ഒബ്ജക്റ്റും ഒക്കെ നമ്മൾ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെങ്ങനെയാണ്? നമ്മളുടെ ട്രേഡിലൂടെയും മൈഗ്രേഷനിലൂടെ ആളുകൾ ട്രാവൽ ചെയ്യുന്ന സമയത്തും, അപ്പൊ നമ്മൾ ഇപ്പോഴൊക്കെ നമുക്ക് എന്ത് മാറ്റങ്ങൾ വന്നാലും അത് ലോകം മൊത്തം അറിയാണല്ലേ. നമ്മുടെ ഐഡിയാസും കൾച്ചറും ഒബ്ജക്ട്സ് ഒക്കെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഓണത്തിന്റെ കാര്യം തന്നെ എടുത്തോട്ടെ, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും, എല്ലാ കൺട്രിയിലുള്ള ആളുകളും ഇതിനെപ്പറ്റി അറിയുന്നുണ്ട്. അപ്പൊ എന്ത് മാറ്റം വന്നാലും ഇത് മൊത്തത്തിൽ ഇന്നത്തെ ഒരു കാലത്ത് ഡിഫ്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഈ മൈഗ്രേഷനിലൂടെയൊക്കെ എല്ലാ കാര്യങ്ങളും ഇതുപോലെ 2 വേ ആയിട്ടുള്ള പ്രോസസ്സിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഐഡിയാസ് ആൻഡ് ചേഞ്ച്, നമ്മുടെ ഐഡിയാസും വാല്യൂസും ഐഡിയോളജിയും ഒക്കെ ഒരുപാട് സോഷ്യൽ ചേഞ്ച് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ ഡെമോക്രസി ആയിക്കോട്ടെ, ഇക്വാലിറ്റി ആയിക്കോട്ടെ, സോഷ്യലിസം ആയിക്കോട്ടെ, ഹ്യൂമൻ റൈറ്റ്സ് ആയിക്കോട്ടെ, ഫെമിനിസം ആയിക്കോട്ടെ, അത് പുതിയതായിട്ടുള്ള ഐഡിയാസ് ആൻഡ് വാല്യൂസ്, ഐഡിയോളജീസ് ആണ് അല്ലേ. അപ്പൊ അതൊക്കെ ഒരുപാട് സോഷ്യൽ ചേഞ്ചുകൾ നമുക്ക് കൊണ്ടുവരുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ സോഷ്യൽ മൂവ്മെന്റിനെയും അതുപോലെ റിഫോംസിനെയും റവല്യൂഷനെയും ഒക്കെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഡെമോഗ്രാഫിക്കലി ഒരുപാട് ചേഞ്ച് നമുക്ക് വരുന്നുണ്ട് അല്ലെ. നമ്മളുടെ
പോപ്പുലേഷന്റെ സൈസ് ആയിക്കോട്ടെ, സ്ട്രക്ചർ ആയിക്കോട്ടെ, ആളുകളുടെ ഡിസ്ട്രിബ്യൂഷൻ ആയിക്കോട്ടെ, ഡെമോഗ്രാഫിക്കലിയും ഒരുപാട് ചേഞ്ച് നമുക്ക് നമ്മളുടെ പോപ്പുലേഷനിൽ കാണാൻ വേണ്ടി പറ്റൂലേ. ജനസംഖ്യാപരമായി പഴയ രീതിയിലാണോ സൊസൈറ്റി ഉള്ളത്? ഒരുപാട് ചേഞ്ചസ് ഉണ്ടല്ലേ. ബർത്ത് റേറ്റ് ഒക്കെ ഹൈ ബർത്ത് റേറ്റ്, അതുപോലെ എന്താണ് ലോ ഡെത്ത് റേറ്റ്. ഇപ്പൊ ഡെത്ത് റേറ്റ് ഒക്കെ കുറവാണ്, പോപ്പുലേഷൻ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ. അതുപോലെ മൈഗ്രേഷൻ, ആളുകളുടെ മൈഗ്രേഷനിൽ വളരെയധികം നമുക്ക് കൂടുതലായിട്ട് കാണാൻ വേണ്ടി പറ്റൂല. ഇപ്പൊ ആളുകൾ ഓരോ ദിവസം മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പൊ മൈഗ്രേഷന്റെ റേറ്റ് കൂടുതലാണ്. അതുപോലെ പോപ്പുലേഷൻ ആയിക്കോട്ടെ, നമ്മളുടെ ജോബ്, ഹൗസിങ്, ഫുഡ്, എഡ്യൂക്കേഷൻ ഒക്കെ ഈ ഒരു പോപ്പുലേഷൻ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അല്ലെ. അപ്പൊ പോപ്പുലേഷൻ ഗ്രോത്തിലായിക്കോട്ടെ, റാപ്പിഡ് ആയിട്ട് നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അതുപോലെ തന്നെ യങ് വർക്ക് ഫോഴ്സ് ആയിക്കോട്ടെ, യങ് വർക്ക് ഫോഴ്സും അതിൻ്റെയൊക്കെ റിസോഴ്സസിന്റെ ഒക്കെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ ഡെമോഗ്രാഫിക്കലി ഒരുപാട് ചേഞ്ചസ് കാലക്രമേണ ഉണ്ടാവുന്നുണ്ട്. ഇനി ഒരുപാട് കോൺഫ്ലിക്റ്റ് ഈ ഒരു ചേഞ്ചിലൂടെ വരുന്നുണ്ട് അല്ലെ. ആളുകൾക്ക് ചേഞ്ച് ഉണ്ടാവുന്ന സമയത്ത് ഒരുപാട് ടെൻഷൻസ് വരുന്നുണ്ട്. ഇപ്പൊ സ്ട്രക്ചറൽ സ്ട്രെയിൻ സംഭവിക്കുന്നുണ്ടെന്നാ പറയുന്നത്. അതിപ്പോ എന്താണ്, വെൻ സിസ്റ്റംസ് ഡോണ്ട് മീറ്റ്സ് പീപ്പിൾ നീഡ്. അതായത് എല്ലാ രീതിയിലും ഡെവലപ്മെന്റ് ഉണ്ട്, എല്ലാ രീതിയിലും മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ ആളുകളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള അവരുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ അവിടെ ഒരു മാറ്റം ഉണ്ടാവുന്നില്ല. എല്ലാവർക്കും റിസോഴ്സസ് എല്ലാ രീതിയിലും തുല്യമായിട്ട് ലഭിക്കുന്നില്ലെങ്കിൽ അവിടെ ഒരു സ്ട്രെയിൻ ആണ്. അത് ആളുകൾക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണ്. ഓക്കെ, ആളുകൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായി അവിടെ ടെൻഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ പോവേർട്ടി വരുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമ്മള് ഡെമോഗ്രാഫിക്കലി ചേഞ്ച് വന്നു, ജനസംഖ്യ കൂടി, നമ്മുടെ പോപ്പുലേഷൻ ഒക്കെ കൂടി എന്ന് പറഞ്ഞാലും പലർക്കും റിസോഴ്സസ് എത്തുന്നില്ല. കാരണം പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് ഫുഡ് സപ്ലൈ കൂടണം, നമ്മൾ റിസോഴ്സസ് ഉത്പാദിപ്പിച്ചാൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും ആ ഒരു റിസോഴ്സസ് അവൈലബിൾ ആയിട്ട് കിട്ടുള്ളൂ. പക്ഷെ അവിടെ ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് റിസോഴ്സസ് എല്ലാവർക്കും അവൈലബിൾ അല്ല, ഒരുപാട് ഇനീക്വാലിറ്റി വരുന്നുണ്ട്, അതുപോലെ ലാക്ക് ഓഫ് റൈറ്റ് വരുന്നുണ്ട്, അതുപോലെ കൾച്ചറലി റിവൈറ്റലൈസേഷൻ ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ എല്ലാവർക്കും ജെൻഡർ, എത്നിസിറ്റി, റേസ്, കാസ്റ്റ് എല്ലാ രീതിയിലും നമ്മൾക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നുള്ളതാണ്. അപ്പൊ ഇതിന് ഒരുപാട് ഫ്രീഡം സ്ട്രഗിള്, വുമൻസ് മൂവ്മെന്റ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. കാരണം എന്താ, മാറ്റങ്ങൾ ഉണ്ടാവുന്നു, പക്ഷെ ആ മാറ്റങ്ങളിലൂടെ ആളുകൾക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാവുകയാണ്, ആളുകൾക്ക് ഒരുപാട് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണ്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ചേഞ്ചിലൂടെ നമുക്ക് കോൺഫ്ലിക്റ്റും ഉണ്ടാവുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ സോഷ്യൽ മൂവ്മെന്റുകൾ, നമ്മൾ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് അല്ലെ, പക്ഷെ ചേഞ്ചിലൂടെ എന്താണ്, ഒരുപാട് സോഷ്യൽ മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട് അല്ലെ. കാരണം ന്യൂ ഐഡന്റിറ്റീസ് വരുന്നുണ്ട്, ന്യൂ പെർസ്പെക്റ്റീവുകൾ വരും. നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ മൊത്തത്തിൽ മാറും എന്നുള്ളതാണ്. മൊത്തത്തിൽ ആളുകളുടെ ഐഡന്റിറ്റിയിൽ മാറ്റങ്ങൾ വരും, ദളിത് ഐഡന്റിറ്റി വരുന്നുണ്ട്, ഈക്വാലിറ്റി, റൈറ്റ്, ഡെമോക്രസി, മൊത്തത്തിൽ ആളുകൾക്ക് അവരുടെ ചിന്താഗതിയിലൊക്കെ മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും സോഷ്യൽ മൂവ്മെന്റിലൊക്കെ. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾക്ക് സോഷ്യൽ മൂവ്മെന്റിലൂടെ ആളുകൾക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പൊ ആളുകൾക്ക് എന്താണ്, അത് സിവിൽ റൈറ്റ് മൂവ്മെന്റും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് നമ്മൾ സോഷ്യൽ ചേഞ്ചിനെ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ആദ്യമായിട്ട് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ എവല്യൂഷണറി പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് നമുക്ക് നോക്കാം. അപ്പൊ എവല്യൂഷണറി എന്ന് പറയുമ്പോൾ എന്താ, എവല്യൂഷൻ ഒരു കാലക്രമേണ വന്നിട്ടുള്ള ഒരു മാറ്റം, അതായത് ഗ്രാജുവലി പതുക്കെ പതുക്കെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ നിന്ന് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലേക്കുള്ള ഒരു മാറ്റത്തെയാണ് നമ്മൾ എവല്യൂഷണറി പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് വന്നിട്ടുള്ളത് ഡാർവിന്റെ ബയോളജിക്കൽ എവല്യൂഷനിൽ നിന്നിട്ടാണ്. അതായത് ആ മനുഷ്യൻ ആദ്യം നമ്മൾ മങ്കീസിനൊക്കെ പോലെ ആയിരുന്നു എന്നൊക്കെ പറയും അല്ലെ. പിന്നെ കാലക്രമേണ എന്താണ്, നമ്മൾ മാറ്റങ്ങൾ വന്ന് നമ്മൾ മനുഷ്യനായിട്ട് മാറി എന്നാണ് ഈ ഒരു എവല്യൂഷൻ തിയറിയിൽ പറയുന്നത്. അതുപോലെ തന്നെ സൊസൈറ്റിയും, ആദ്യത്തെ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് ഹണ്ടിങ് ആൻഡ് ഗാദറിങ് ഒക്കെ ചെയ്ത് നടന്ന ഒരു സൊസൈറ്റി ആയിരുന്നു. ദെൻ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ് ഒക്കെ വന്ന് സൊസൈറ്റി കുറച്ച് മാറി. ദെൻ ഓരോരോ സ്റ്റേജിലും സൊസൈറ്റി മാറി മാറി പതുക്കെ പതുക്കെ ഗ്രാജുവലി ഒരു കോംപ്ലക്സ് ഫോമിലേക്ക് മാറി എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ഒരു പെർസ്പെക്റ്റീവ് ഓഫ് സോഷ്യൽ ചേഞ്ചിന് എവല്യൂഷണറി പെർസ്പെക്റ്റീവിൽ നിന്ന് പറയാ. അതായത് കാലക്രമേണ സൊസൈറ്റിയിലെ മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന്. കീ തിങ്കേഴ്സ് ആയിട്ട് നമ്മൾ ലേവിസ് മോർഗനെ പറയാം. അപ്പൊ അദ്ദേഹത്തിന്റെ 3 പെർസ്പെക്റ്റീവ് ഉണ്ട് അല്ലെ. സാവേജറി, ബാർബറിസം, സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സാവേജറി എന്ന് പറഞ്ഞാൽ എന്താ, പ്രിമിറ്റീവ് ആയിട്ടുള്ള ലൈഫ്, ആളുകൾ ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് ഒക്കെ ചെയ്തു നടന്ന ഒരു കാലഘട്ടത്തെയാണ് അദ്ദേഹം സാവേജറി എന്ന് വിശേഷിപ്പിച്ചത്. ദെൻ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോ ബാർബറിസം വന്നു, കുറച്ചുകൂടെ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസും അതുപോലെ കൃഷിയിലൊക്കെ ആളുകളെ തിരിയാൻ തുടങ്ങി. കുറച്ചുകൂടെ ബാർബറിസം എന്ന് പറയുന്ന അടുത്ത സ്റ്റേജ്
സ്റ്റേജിലേക്ക് വന്നു. മൂന്നാമത്തെ സ്റ്റേജ് ആണ് സിവിലൈസേഷൻ. ആളുകൾ സിറ്റി റൈറ്റിങ്ങും കൾച്ചറിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. ആളുകൾ വളരാൻ വേണ്ടി തുടങ്ങി, സൊസൈറ്റിയിൽ ഡെവലപ്മെന്റ് ഉണ്ടാവാൻ വേണ്ടി തുടങ്ങി. ആ ഒരു കാലത്തെയാണ് സിവിലൈസേഷൻ എന്ന് പറയുക. അപ്പൊ ആ ഒരു രീതിയിൽ സാവേജറി, ബാർബറിസം, സിവിലൈസേഷൻ എന്നുള്ള രീതിയിൽ സൊസൈറ്റി എവല്യൂഷണറി ആയിട്ട് 3 സ്റ്റേജിലൂടെ വളർന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അഗസ്റ്റ് കോംപ്റ്റന്റെ 3 സ്റ്റേജ് ആണ് തിയോളജിക്കൽ, മെറ്റാഫിസിക്കൽ ആൻഡ് പോസിറ്റീവ് എന്ന് പറയുന്നത്. തിയോളജി എന്ന് പറയുമ്പോൾ എന്താ, എല്ലാത്തിനും റിലീജിയസ് എക്സ്പ്ലനേഷൻസ് തേടാണ്. ഇപ്പൊ മഴ വരുമ്പോൾ കൂടുതൽ മഴ പെയ്താൽ അത് ദൈവം കോപിച്ചുകൊണ്ടാണ് മഴ. എന്തെങ്കിലും അസുഖം വന്നാൽ അത് ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഒരു അസുഖം വന്നത്. ആ ഒരു രീതിയിൽ സയന്റിഫിക്കലി എന്ത് നടന്നാലും പ്രകൃതിയിൽ നാച്ചുറലായി നടക്കുന്ന എന്തിനേയും റിലീജിയസ്ലി കണക്ട് ചെയ്യുന്ന ഒരു കാലമായിരുന്നു ആദ്യമായിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം മെറ്റാഫിസിക്കൽ വന്നു. കുറച്ചുകൂടെ ഫിലോസഫിക്കൽ എക്സ്പ്ലനേഷൻസ് ഒക്കെ തേടാൻ വേണ്ടി തുടങ്ങിയ ആളുകൾ. ഇത് ഇങ്ങനെ ദൈവം കോപിച്ചുകൊണ്ട് മാത്രമല്ല, സയന്റിഫിക്കലി അതിനൊരു റീസൺ ഉണ്ട് മഴ വരാൻ അല്ലെങ്കിൽ രോഗം വരാൻ. അപ്പൊ ആളുകൾ അതിനെ പറ്റിയിട്ടൊക്കെ കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻസ് അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് പോസിറ്റീവ് അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാലഘട്ടം വന്നപ്പോൾ എല്ലാത്തിനും പിന്നിൽ ദൈവം കോപിച്ചതോ റിലീജിയസ് എക്സ്പ്ലനേഷനോ ഒന്നുമല്ല, സയന്റിഫിക്കലി എല്ലാത്തിനും റീസൺ ഉണ്ട്, എല്ലാത്തിനും സയന്റിഫിക്കലി ഉള്ള റീസൺസ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചു. അപ്പൊ അഗസ്റ്റ് കോംപ്റ്റന്റെ ഈ 3 രീതിയിൽ സൊസൈറ്റി, എവല്യൂഷണറി സൊസൈറ്റി ഈ ഒരു പെർസ്പെക്റ്റീവിലൂടെ വളരാൻ തുടങ്ങി എന്നുള്ളതാണ്. തിയോളജിക്കലി, മെറ്റാഫിസിക്കലി, പോസിറ്റീവലി. അടുത്തതായിട്ട് നമ്മുടെ സ്പെൻസർ സൊസൈറ്റീനെ ലിവിങ് ഓർഗാനിസംസ് എന്ന രീതിയിൽ കമ്പയർ ചെയ്യുന്നുണ്ട്. അതായത് സൊസൈറ്റി എന്ന് പറയുന്ന സിമ്പിളിൽ നിന്നും കോംപ്ലക്സിലേക്ക് മാറിയതാണ് സൊസൈറ്റീനെ ഹെർബർട്ട് സ്പെൻസർ സൊസൈറ്റീനെ പറ്റിയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ വരിക. പക്ഷെ ഈ മാറ്റങ്ങളിലൂടെ നമുക്ക് നല്ലത് മാത്രമല്ല, നമുക്ക് ടെൻഷൻ ഉണ്ടാവുകയാണ്, ആളുകൾ സ്ട്രഗിൾ ചെയ്യാണ് അല്ലെ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ നമ്മൾക്ക് ഈ മാറ്റങ്ങളിലൂടെ വരുന്നുണ്ട് അല്ലെ. ഇപ്പൊ കാൾ മാർക്സ്, അദ്ദേഹം കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവിൽ ആദ്യമായിട്ട് വർക്ക് ചെയ്ത ഒരു സോഷ്യോളജിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹം ഈ ഒരു ക്ലാസ് കോൺഫ്ലിക്റ്റ് അത്ര നല്ല കാര്യമൊന്നല്ല അല്ലെ. കാരണം എന്താണ്, ഒരാൾക്ക് മാത്രം എല്ലാ അവകാശങ്ങളും, കുറച്ചു പേർക്ക് മാത്രം ഒരവകാശങ്ങളും ഇല്ല, അവര് മാത്രം സ്ട്രഗിൾ ചെയ്യുന്നു. അപ്പൊ ഈ ഒരു ക്ലാസ് സ്ട്രഗിൾ ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ ഉണ്ടായിരുന്നു ഒരു സമയത്ത്. അപ്പൊ എന്താണ്, ഈ ഒരു റെവല്യൂഷണറി ചേഞ്ച് കൊണ്ടുവരാൻ ഈ ഒരു കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവിലൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം ക്ലാസ് സ്ട്രഗിൾ ഉണ്ടായിരുന്നു, അതിനുശേഷം ഈ ഒരു ചേഞ്ച് സൊസൈറ്റി ആ ഒരു ക്ലാസ് സ്ട്രഗിളിൽ നിന്നൊക്കെ മാറി നമ്മൾ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ആദ്യത്തെ സൊസൈറ്റി എന്ന് പറയുന്നത് ഏൻഷ്യൻ സൊസൈറ്റി ആയിരുന്നു. അവിടുന്ന് ഫ്യൂഡൽ സൊസൈറ്റിയിലേക്ക് മാറി. അതായത് ഫ്യൂഡൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ, നോബിൾസിനൊക്കെ ചേർച്ചിലൊക്കെ ഹൈ പ്രിവിലേജും അതുപോലെ പെസൻസ്, സാധാരണ ആളുകൾക്ക് ഒരു രീതിയിലുള്ള അവകാശങ്ങളും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. അധികം ക്യാപിറ്റലിസ്റ്റ് മുതലാളിത്തത്തിലേക്ക് മാറി, അതൊന്നും സോഷ്യലിസത്തിലേക്കും ദെൻ കമ്മ്യൂണിസത്തിലേക്ക് മാറി. അപ്പൊ ഈ ഒരു ചേഞ്ച് ആണ് കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവിൽ സൊസൈറ്റിയിൽ വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ സ്ട്രക്ചറൽ ഫങ്ഷണലിസം പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ, നമ്മൾ സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറഞ്ഞാൽ എന്താ, സൊസൈറ്റി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള പാർട്ടുകൾ ഉണ്ട് അല്ലെ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പം ഒരു ഹ്യൂമൻ ബോഡി എടുത്താൽ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഗൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ഡിഫറെന്റ് ആയിട്ടുള്ള പാർട്ടുകളുണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള പാർട്ടുകളും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബോഡി നമ്മൾക്ക് ഉണ്ടാവുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു പാർട്ട്, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് കിഡ്നിയോ അല്ലെങ്കിൽ ഹാർട്ടോ എന്തെങ്കിലും ഒന്ന് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ സൊസൈറ്റീനെ അഫക്ട് ചെയ്യും അല്ലെ. അപ്പൊ എന്താ, അതുപോലെ തന്നെയാണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവും. അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയുടെ പാർട്ടായിട്ടുള്ള ഫാമിലി, എക്കോണമി, റിലീജിയൻ, പൊളിറ്റിക്സും എഡ്യൂക്കേഷനൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ട് സൊസൈറ്റി നല്ല രീതിയിൽ പോവാന്നുള്ളതാണ്. അപ്പൊ എല്ലാ പാർട്ടും ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ട് സൊസൈറ്റി നല്ല രീതിയിലുള്ള ഒരു ബാലൻസും സ്റ്റെബിലിറ്റിയും ഒക്കെ ഉണ്ടാവാന്നുള്ളതാണ്. അപ്പം ഈ ഒരു ബാലൻസിനെ, ഈ ഒരു ഇക്വലിബ്രിയത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലൊക്കെ ഒരുപാട് ചേഞ്ചുകൾ നമുക്ക് സൊസൈറ്റിയിൽ ഉണ്ടാവുന്നുണ്ട് നമ്മൾ സ്ട്രക്ചറൽ ഫങ്ഷണൽ പെർസ്പെക്റ്റീവിലേക്ക് വരുന്ന സമയത്ത്. ഇനി സോഷ്യൽ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താ, ആളുകളുടെ പെരുമാറ്റത്തിലും ആളുകളുടെ മാറ്റത്തിലൊക്കെ, ആറ്റിറ്റ്യൂഡ്സിലൊക്കെ ഉള്ള മാറ്റത്തെയാണ് അല്ലെ. അതായത് എന്താണ്, ഹ്യൂമൻ ബിഹേവിയറിൽ നിന്നും ഒരു സോഷ്യൽ ചേഞ്ചിലേക്കുള്ള മാറ്റം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മോഡേണൈസേഷനിലൂടെയൊക്കെ ആളുകൾ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആവാൻ തുടങ്ങി അല്ലെ. ആളുകൾ കുറച്ചുകൂടെ എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. പണ്ട് കാലത്ത് എല്ലാം ട്രഡീഷണലിന്റെ ഭാഗമാണ്, എല്ലാം കൾച്ചറിന്റെ ഭാഗമാണെന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾ എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സോഷ്യൽ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവിൽ തുടങ്ങിയിട്ടുണ്ട്. ആളുകൾ കുറച്ചുകൂടെ ഇന്നോവേറ്റീവ് ആയിട്ടൊക്കെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി.
അതുപോലെ തന്നെ മാക്സ് വെബർ ഇതിന്റെയൊക്കെ ഒരു കീ തിങ്കേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. മാക്സ് വെബർ എന്ന് പറയുന്നത് പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഡോമിനേറ്റഡ് ആയിട്ടുള്ള ട്രഡീഷണൽ ഐഡിയോളജീസ് ഒക്കെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആയിരുന്നു. ആളുകൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ ചെയ്തിരുന്നില്ല. അതിനുശേഷം സൊസൈറ്റി മാറി അവിടെ മോഡേൺ സൊസൈറ്റി വന്നു. അപ്പൊ മോഡേൺ സൊസൈറ്റി എന്ന് പറയുന്നത് റാഷണാലിറ്റീനെ ബേസ് ചെയ്തിട്ട് ആളുകൾ അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പൊ എല്ലാം ട്രഡീഷണലി ആളുകൾ മൈൻഡായിട്ട് ബിലീവ് ചെയ്യേണ്ട കാര്യമില്ല, അവിടെ ആളുകൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പൊ എല്ലാത്തിനെയും ആളുകൾ റീസൺ അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പൊ അക്കോർഡിംഗ് ടു മാക്സ് വെബർ, ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ട്രഡീഷണലിൽ നിന്നും ഈ ഒരു റാഷണൽ അല്ലെങ്കിൽ ആളുകൾ എല്ലാത്തിനും ഒരു റീസൺ അന്വേഷിക്കുന്ന രീതിയിലുള്ള ഒരു സൊസൈറ്റി ആയിട്ട് മാറി എന്നുള്ളതാണ്. അതുപോലെ എവേർഡ് എച്ച് ഹാഗൻ, അദ്ദേഹത്തിന്റെ ട്രഡീഷണൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ടുള്ള സ്റ്റാറ്റസ് റോളുകൾ ഉണ്ടായിരുന്നു. ആരൊക്കെ ഏതൊക്കെ റോളാണ് ചെയ്യേണ്ടത്, ഇപ്പൊ അതോറിറ്റേറിയൻ ആരാണ്, അവിടെ അൺക്രിയേറ്റീവ് ആരാണ്, നോൺ ഇന്നോവേറ്റീവ് ആരാണ്. അതുപോലെ ട്രഡീഷണൽ ഫാമിലി ഒക്കെ എടുത്താൽ അവിടെ ഡോമിനന്റ് ആയിട്ടുള്ള ഒരാളുണ്ടാവും, അതുപോലെ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഓരോ റോളുകൾ ഉണ്ടാവും അല്ലെ. മൊത്തത്തില് സൊസൈറ്റിയിലെ പല രീതിയിലുള്ള സ്റ്റാറ്റസുകൾ നമ്മുടെ ട്രഡീഷണൽ സൊസൈറ്റിയിലൊക്കെ ഫിക്സഡ് ആയിരുന്നു, ആരെന്ത് ചെയ്യണമെന്നുള്ളത്. പക്ഷെ മോഡേൺ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ അങ്ങനെയൊന്നുമില്ല അല്ലെ. അവിടെ ഇന്നോവേറ്റീവ് ആണ് പേഴ്സണാലിറ്റി ടൈപ്പ്, അവിടെ അങ്ങനെ ഫിക്സഡ് ആയിട്ടുള്ള സ്റ്റാറ്റസ് റോളൊന്നുമില്ല. കുറച്ചുകൂടെ എല്ലാവരും ഓപ്പൺ മൈൻഡഡ് ആണ് അല്ലെ, കുറച്ചുകൂടെ എല്ലാവരും ഓപ്പൺ മൈൻഡഡ് ആയിട്ട് നമ്മൾ നിൽക്കുകയാണ് അല്ലെ ഒരു നമ്മളുടെ മോഡേൺ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ. അപ്പൊ എവേർഡ് ഇ ഹഗന്റെ ഒപ്പീനിയനിൽ ഈ ഒരു ട്രഡീഷണൽ സൊസൈറ്റിയുടെ ഫിക്സഡ് ആയിട്ടുള്ള സ്റ്റാറ്റസ് റോളിൽ നിന്ന് മാറി മോഡേൺ സൊസൈറ്റിയിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടെ ആളുകൾ ഇന്നോവേറ്റീവ് ആൻഡ് ക്യൂരിയസ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഡേവിഡ് മെക്ലാൻ, അപ്പൊ അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവില് അദ്ദേഹം മൊത്തത്തിൽ എങ്ങനെയാണ് എക്കോണമിക് അച്ചീവ്മെന്റ് അല്ലെങ്കിൽ ഓവറോൾ ആയിട്ടുള്ള സോഷ്യൽ ആൻഡ് എക്കോണമിക് ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവില് അദ്ദേഹം ഈ ഒരു ഫോക്കസ്ഡ് ഓൺ നീഡ് ഫോർ അച്ചീവ്മെന്റ്, അതായത് ആളുകൾ അവരുടെ അച്ചീവ്മെന്റിന് അവർക്ക് എത്രത്തോളം അച്ചീവ്മെന്റ് ഉണ്ടാവണം, അപ്പോൾ ഒരു അച്ചീവ്മെന്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ആളുകൾക്ക് അവർക്ക് അച്ചീവ്മെന്റ് ഉണ്ടാവണം, അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പൊ പീപ്പിൾ വിത്ത് ഹൈ അച്ചീവ്മെന്റ് വന്നല്ലേ. അതുപോലെ തന്നെ മോർ സച്ച് പീപ്പിൾ ഗ്രേറ്റർ എക്കോണമിക് ഡെവലപ്മെന്റ് ഇൻ സൊസൈറ്റി, എല്ലാ ആളുകളും അവർക്ക് നല്ല രീതിയിൽ എക്കോണമിക് ഡെവലപ്മെന്റ് ഉണ്ടാവണം എന്ന് അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പൊ ആളുകളെല്ലാം ഈ ഒരു എക്കോണമിക് ഡെവലപ്മെന്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആളുകളെല്ലാം ഇതിനു വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. കാരണം എല്ലാവർക്കും പേഴ്സണലി എന്താണ്, അവർക്ക് നല്ല രീതിയിലുള്ള അച്ചീവ്മെന്റ് വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മൊത്തത്തിൽ എല്ലാവരും എക്കോണമിക് ഡെവലപ്മെന്റ്, എക്കോണമിക് അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഓവറോൾ ആയിട്ട് നമ്മുടെ സോഷ്യൽ ആൻഡ് എക്കോണമിക് ഗ്രോത്ത് നമ്മുടെ സൊസൈറ്റിയിൽ വന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു സമയത്ത് എന്താണ്, എല്ലാവരും അവരുടെ അച്ചീവ്മെന്റിന് അവരുടെ ഗ്രോത്തിനും വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്തു. മെജോറിറ്റി ആളുകളും ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ എക്കോണമിക് ഡെവലപ്മെന്റ് ഉണ്ടാവണം എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്, ജോലി ചെയ്യുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ നോക്കുകയാണെങ്കിൽ അത് സൊസൈറ്റിയുടെ നല്ലതിന് വേണ്ടിയിട്ടല്ല, അവർക്ക് പേഴ്സണലി നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടാവണം എന്നുള്ള, അച്ചീവ്മെന്റ് ഉണ്ടാവണം എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ എല്ലാവരും ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താ പറ്റിയ, ഓവറോൾ മൊത്തത്തിൽ നല്ല രീതിയിലുള്ള അച്ചീവ്മെന്റ്, സോഷ്യൽ ആൻഡ് എക്കോണമിക് ഗ്രോത്ത് സൊസൈറ്റിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മോഡേണൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, പ്രോസസ് ഓഫ് ചേഞ്ചിങ് ഇൻ ട്രഡീഷണൽ ആൻഡ് അഗ്രികൾച്ചർ അണ്ടർ ഡെവലപ്ഡ് സൊസൈറ്റി ഇൻ ടു മോഡേൺ ഇൻഡസ്ട്രിയലൈസ്ഡ് ആൻഡ് അർബൻ സൊസൈറ്റി ആണല്ലേ. അതായത് മൊത്തത്തില് സൊസൈറ്റിയിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളതാണ്. ട്രഡീഷണലി അഗ്രികൾച്ചറിൽ നിന്നും അണ്ടർ ഡെവലപ്ഡ് സൊസൈറ്റി എന്നൊക്കെ മാറിയിട്ട് സൊസൈറ്റി മോഡേൺ ആയിട്ട് മാറി, സൊസൈറ്റി കുറച്ചുകൂടെ ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ട് മാറി, കുറച്ചുകൂടെ അർബൻ സൊസൈറ്റി ആയിട്ട് സൊസൈറ്റിയിലെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ ഈ ഒരു മോഡേണൈസേഷൻ കൊണ്ട് എല്ലാ രീതിയിലും സൊസൈറ്റിക്ക് മാറ്റം ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പൊ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു, അതുപോലെ അർബനൈസേഷൻ, ആളുകൾ റൂറൽ നിന്നും അർബൻ ഏരിയയിലേക്ക് മാറാൻ വേണ്ടിയിട്ട് തുടങ്ങി, മൈഗ്രേഷൻ വന്നു, നല്ല രീതിയിലുള്ള ഗവൺമെന്റ് വന്നു, അതുപോലെ തന്നെ പുതിയ പുതിയ ടെക്നോളജികള്, പുതിയ ന്യൂ ടെക്നോളജികളൊക്കെ സൊസൈറ്റിയിൽ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പൊ ആ ഒരു രീതിയിൽ മൊത്തത്തിലുള്ള ഒരു മാറ്റം നമ്മൾക്ക് ഈ ഒരു മോഡേണൈസേഷനിലൂടെ നമുക്ക് സൊസൈറ്റിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള സ്കോളേഴ്സ്, ഇപ്പൊ അക്കോർഡിംഗ് ടു വിൽബർട്ട് ആൻഡ് മോറെ, മോഡേണൈസേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സൊസൈറ്റിയിൽ നിന്നുള്ള മൊത്തത്തിലുള്ള ഒരു ടോട്ടൽ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ, ഒരു ട്രഡീഷണൽ സൊസൈറ്റി അല്ല നമ്മളിപ്പോ കാണുന്ന സൊസൈറ്റിയിലെ മൊത്തത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾക്ക് ഈ ഒരു മോഡേണൈസേഷനിലൂടെ വന്നിട്ടുണ്ട്. അക്കോർഡിംഗ് ടു വിൽബർട്ട് ആൻഡ് മോറെ അല്ലെ, മോഡേൺ ടെക്നോളജി വന്നു, സോഷ്യൽ ഓർഗനൈസേഷൻസ് വന്നു, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ ഓർഗനൈസേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ
തന്നെ ഡാനിയൽ ലേണറിന്റെ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്, മൊത്തത്തിലുള്ള ഒരു എക്കോണമിക് ഡെവലപ്മെന്റ് അല്ലെ. അതായത് അദ്ദേഹം മിഡിൽ ഈസ്റ്റേൺ ആൻഡ് അതർ ഡെവലപ്മെന്റ് സൊസൈറ്റിനെ പറ്റിയിട്ടാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ മൊത്തത്തിലുള്ള മാറ്റം, മാസ് മീഡിയ വന്നു, അർബനൈസേഷൻ വന്നു, അതുപോലെ തന്നെ ലിറ്ററസി, അതുപോലെ എല്ലാ രീതിയിലും സൊസൈറ്റിയിലെ മൊത്തത്തിലുള്ള ഒരു മാറ്റത്തെ, ആളുകളുടെ പേഴ്സണാലിറ്റിയിലുള്ള മാറ്റത്തെ ഒക്കെയാണ് സോഷ്യൽ ചേഞ്ച് എന്ന് ഡാനിയൽ ലേണർ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ മോഡേണൈസേഷനിലേക്ക് വരുമ്പോൾ കുറച്ച് ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ, സ്ട്രക്ചറൽ ഡിഫറൻസിയേഷൻ ആൻഡ് സ്പെഷ്യലൈസേഷൻ നമ്മൾക്ക് മോഡേണൈസേഷൻ ഉണ്ടായിട്ടുണ്ട് അല്ലെ. അതായത് മോഡേൺ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ ഒരുപാട് നമുക്ക് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. എക്കോണമി, പൊളിറ്റിക്സ്, എഡ്യൂക്കേഷൻ, റിലീജിയൻ, സയൻസ്, ഒരുപാട് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അവരുടേതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള റോളുകൾ ഉണ്ട് അല്ലെ. ഇപ്പൊ എഡ്യൂക്കേഷനുള്ള റോളല്ല റിലീജിയൻ ഉള്ളത്, റിലീജിയനുള്ള റോളല്ല സയൻസിനുള്ളത്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും അവരുടേതായിട്ടുള്ള റോളുകളുണ്ട്. എല്ലാവരും സെപ്പറേറ്റ്ലി നിന്നുകൊണ്ട് അവരുടെ റോളുകൾ ചെയ്തുകൊണ്ട് ഒരുമിച്ച് ടുഗദർലി സൊസൈറ്റിയുടെ നല്ലതിന് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ട്രഡീഷണൽ വില്ലേജിലേക്ക് വരുമ്പോൾ എന്താണ്, അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ട്രഡീഷണൽ വില്ലേജിലേക്ക് വരുമ്പോൾ ഫാമിലി ആയിരുന്നു എല്ലാം കൺട്രോൾ ചെയ്തിരുന്നത്. അപ്പൊ ആ ഒരു ഫാമിലി എന്ന് പറയുന്ന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ മോഡേൺ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ അതിലൊക്കെ മാറ്റങ്ങൾ വന്നു അല്ലെ. ഇപ്പൊ റിലീജിയന്റെ ആസ്പെക്റ്റിൽ മാറ്റങ്ങൾ വന്നു, എഡ്യൂക്കേഷന്റെ ആസ്പെക്റ്റിൽ മാറ്റങ്ങൾ വന്നു. ഈ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു മോഡേണൈസേഷനിലൂടെ നമുക്ക് വന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റൂ അല്ലെ. അതുപോലെ തന്നെ നമ്മളുടെ ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, ഇപ്പൊ രണ്ട് മെയിൻ ക്ലാസ്സസ് ആണുള്ളത്, ക്യാപിറ്റലിസ്റ്റ് ആൻഡ് വർക്കേഴ്സ്. അപ്പൊ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ആരാണ്, ലാൻഡ്, ഫാക്ടറീസ്, റിസോഴ്സിന്റെ ഒക്കെ ഓണർമാരെയാണ് നമ്മൾ ക്യാപിറ്റലിസ്റ്റ്, മുതലാളിത്തം എന്ന് പറയുന്നത്. അപ്പൊ വർക്കേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, സാധാരണ ജോലി ചെയ്യുന്ന ആളുകളാണ്. അവരവരുടെ ലേബർ സെല്ല് ചെയ്തുകൊണ്ട് അവർക്ക് വേജ് കിട്ടുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇതും എന്താണ്, സോഷ്യൽ ആൻഡ് എക്കോണമിക് ഓർഡർ, പുതിയൊരു സോഷ്യൽ ആൻഡ് എക്കോണമിക് ഓർഡർ നമ്മുടെ സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ സൊസൈറ്റിയിൽ ഒരുപാട് സ്ട്രക്ചറൽ ഡിഫറൻസിയേഷൻ ഉണ്ടായി. നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ എക്കോണമി ആയിക്കോട്ടെ, പൊളിറ്റിക്സ് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, ഈ ഒരു എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഒരുപാട് ഡിഫറൻസിയേഷൻ ഉണ്ടായിട്ടുണ്ട് അല്ലെ. പണ്ട് ഇപ്പൊ റിലീജിയനും എഡ്യൂക്കേഷനും ഒക്കെ പണ്ട് ചെയ്തിരുന്ന റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അല്ല സൊസൈറ്റിയിൽ ഇപ്പൊ ചെയ്യുന്നത്. അവരുടെ ഫംഗ്ഷനിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. അതുപോലെ സൊസൈറ്റി ക്യാപിറ്റലിസ്റ്റ് ആൻഡ് ഓണേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആളുകൾ അവരുടെ വേജിന് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളതാണ് അല്ലെ. മൊത്തത്തിലുള്ള സൊസൈറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതുപോലെ പ്രോപ്പറായിട്ട് ബ്യൂറോക്രസി നമ്മുടെ സൊസൈറ്റിയിൽ വന്നല്ലേ. ബ്യൂറോക്രസി എന്താണ്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫോർമൽ റൂൾ ബേസ്ഡ് ആയിട്ടുള്ള റാഷണൽ സിസ്റ്റം, അത് മോഡേൺ സൊസൈറ്റിയിൽ വന്നിട്ടുണ്ട്. പുതിയതായിട്ട് ഇപ്പൊ നമ്മൾ ബ്യൂറോക്രസി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഓഫീസസ് ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് എല്ലാം ഒരു ഫോർമൽ രീതിയിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അല്ലാതെ വെറുതെ പോയിട്ട് നമുക്കൊന്നും അവിടുന്ന് പ്രോപ്പറായിട്ടൊന്നും ലഭിക്കുന്നില്ല. അപ്പം ആ ഒരു രീതിയിൽ ബ്യൂറോക്രസി ഒക്കെ നമ്മുടെ സൊസൈറ്റിയിൽ വന്നിട്ടുണ്ട് ഈ ഒരു മോഡേൺ സിസ്റ്റത്തിലേക്ക് നോക്കുമ്പോൾ. അതുപോലെ പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിലും പൊളിറ്റിക്കലി എന്താണ്, ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് അല്ലെ. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസും അതുപോലെ റൂൾ ഓഫ് ലോയിലൊക്കെ ഗൈഡഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ പൊളിറ്റിക്കൽ റെപ്രസെന്റേഷനിലൊക്കെ നമ്മൾക്ക് മാറ്റങ്ങൾ വന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ പ്ലൂറലിസം ആൻഡ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്, നമ്മൾ മോഡേൺ സൊസൈറ്റിയിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്, ഒരുപാട് ഐഡിയോളജീസ് ഉണ്ട് അല്ലെ. പുതിയ പുതിയ ഗ്രൂപ്പുകൾ, പല കോൺസെപ്റ്റില് പുതിയ ഗ്രൂപ്പുകൾ വളർന്നിട്ടുണ്ട്. അത് പലതരത്തിലുള്ള പൊളിറ്റിക്കൽ പാർട്ടി ആയിക്കോട്ടെ. നമ്മൾ പണ്ടൊക്കെ രണ്ടോ മൂന്നോ പാർട്ടി ഉള്ളപ്പോൾ ഇപ്പോൾ ഒരുപാട് ഐഡിയോളജീസ് ഉണ്ട്, ഒരുപാട് ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടികൾ നമുക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഇൻഡിവിജ്വലിസം, ആളുകളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ ഒരു മോഡേൺ സൊസൈറ്റി എന്ന് പറയുന്നത്. അവരുടെ ഇൻഡിവിജ്വൽ റൈറ്റ്, അവർക്ക് അവരുടെ ഫ്രീഡം, അവരുടെ ചോയ്സുകൾ തിരഞ്ഞെടുക്കാൻ അവർക്ക് പറ്റുന്നുണ്ടോ, അങ്ങനെ നോക്കിയിട്ടാണ് നമ്മളുടെ മോഡേൺ സൊസൈറ്റി എന്ന് പറയുന്നത്. ആളുകളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് മുന്നോക്കം കൊടുത്തുകൊണ്ടുള്ളതായിരുന്നു ഈ ഒരു മോഡേൺ സൊസൈറ്റി എന്ന് പറയുന്നത്. പഴയ സൊസൈറ്റി എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമല്ല, ട്രഡീഷണൽ ആയിട്ട് അവിടെ ആരെങ്കിലും ഒരാൾക്കാണ് അധികാരമുള്ളത്, അവർ പറയുന്നത് ബാക്കിയുള്ളവർ കേൾക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ നമ്മളുടെ പുതിയ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ നമ്മളുടെയും ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള താല്പര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ളതായിരുന്നു. അതുപോലെ തന്നെ മോഡേണൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളുടെ സോഷ്യൽ പ്രോഗ്രസിലും അതുപോലെ ഡെമോക്രറ്റൈസേഷനിലും ഒക്കെ ഒരുപാട് നമ്മൾക്ക് മാറ്റങ്ങൾ മോഡേണൈസേഷനിലൂടെ നമ്മൾക്ക് വരുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഹയർ ലെവൽ ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ ഇമാൻസിപ്പേഷൻ ഒക്കെ വരാൻ വേണ്ടിയിട്ട് ഈ ഒരു മോഡേണൈസേഷനിലൂടെ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്.
ഇനി നമ്മൾ മോഡേണൈസേഷന്റെ പെർസ്പെക്റ്റീവ് നോക്കുന്ന സമയത്ത് നമ്മളുടെ സോഷ്യോളജിസ്റ്റുകൾ ഈ ഒരു മോഡേണൈസേഷനെ ഡിഫറെന്റ് ആയിട്ടുള്ള വേയിലാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ഒരു സിംഗിൾ യൂണിഫൈഡ് വേയിലൊന്നും നമുക്ക് ഈ ഒരു മോഡേണൈസേഷന്റെ പെർസ്പെക്റ്റീവിനെ പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ ആദ്യത്തേതാണ് ഐഡിയൽ ടിപ്പിക്കൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഐഡിയൽ ടിപ്പിക്കൽ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഐഡിയൽ ടൈപ്പ് ആ ഐഡിയ ഒക്കെ ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് മാക്സ് വെബർ ആണ്. അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് ആയിരുന്നു ഐഡിയൽ ടൈപ്പ് എന്നുള്ളത്. അപ്പൊ അദ്ദേഹമാണ് ഈ ഒരു ഐഡിയൽ ടിപ്പിക്കൽ പെർസ്പെക്റ്റീവിൽ കൂടുതലായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് മോഡേണൈസേഷൻ എന്ന് പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള സൊസൈറ്റിയിൽ നിന്നും റാഷണൽ ആയിട്ടുള്ള സൊസൈറ്റിയിലേക്ക്, അല്ലെങ്കിൽ എന്തിനും ഒരു റീസൺ അന്വേഷിക്കുക, വെറുതെ അത് ബിലീവ് ചെയ്യാതെ അതിന്റെ കാരണങ്ങളെ പറ്റി അന്വേഷിക്കുക, ട്രഡീഷണലായി മാത്രം ചിന്തിക്കാതെ അതിന്റെ റീസണെ പറ്റി അന്വേഷിക്കുക, നമുക്ക് പറ്റുന്ന കാര്യം അല്ലെങ്കിൽ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പൊ ആ ഒരു രീതിയിൽ സൊസൈറ്റിയിൽ വന്നിട്ടുള്ള ഒരു മാറ്റത്തെ മോഡേണൈസേഷൻ എന്ന് പറയുന്നുണ്ട്. റാഷണാലിറ്റിയിൽ നിന്നും ട്രഡീഷണലിൽ നിന്നും റാഷണാലിറ്റിയിലേക്കുള്ള മാറ്റം. അതുപോലെ തന്നെ നമ്മളുടെ ബ്യൂറോക്രസി ആയിക്കോട്ടെ, പുതിയ ബ്യൂറോക്രസി നമ്മളുടെ സൊസൈറ്റിയിൽ, മോഡേൺ സൊസൈറ്റിയിൽ വന്നിട്ടുണ്ടല്ലേ. പ്രോപ്പർ ആയിട്ടുള്ള ഫോർമൽ ആയിട്ടുള്ള ഒരു റൂൾ ബേസ്ഡ് ഓർഗനൈസേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്യുലറൈസേഷൻ, നമ്മളുടെ റിലീജിയൻ, പണ്ട് കാലത്തൊക്കെ ട്രഡീഷണൽ സൊസൈറ്റിയിലൊക്കെ റിലീജിയൻ ബേസ്ഡ് ആയിരുന്നു സൊസൈറ്റി. നമ്മൾ എന്താണെങ്കിലും റിലീജിയനെ ആശ്രയിച്ചായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. അതൊക്കെ മാറിയിട്ട് റിലീജിയസ് അതോറിറ്റി ഒക്കെ കുറഞ്ഞ് സെക്യുലറൈസേഷൻ, ആളുകളുടെ പബ്ലിക് ലൈഫിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, എ മോഡേൺ ഫാക്ടറി ഈസ് റൺ ബൈ ട്രഡീഷണൽ പ്ലാനിങ് നോട്ട് ബൈ ട്രഡീഷണൽ റിലീജിയൻ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഡിഫ്യൂഷനിസ്റ്റ് പെർസ്പെക്റ്റീവ് ആണ്. അതായത് ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, വളർന്നുകൊണ്ടിരിക്കുക, സ്പ്രെഡ് ആവുക. അപ്പൊ മോഡേണൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഡിഫ്യൂഷനിസ്റ്റ് പെർസ്പെക്റ്റീവിലാണ്, വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഒരു വെസ്റ്റേൺ ഐഡിയ ഒരു സൊസൈറ്റിയിൽ നിന്നും അടുത്ത സൊസൈറ്റിയിലേക്ക് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അതായത് മോഡേണൈസേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ എല്ലാ സൊസൈറ്റിയിലും ഉണ്ട്. അതെന്താണ്, സ്പ്രെഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ ഐഡിയ ആയിക്കോട്ടെ, ടെക്നോളജി ആയിക്കോട്ടെ, ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ഒരു സൊസൈറ്റിയിൽ നിന്ന് അടുത്ത സൊസൈറ്റിയിലേക്ക് സ്പ്രെഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മൾ വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് എഡ്യൂക്കേഷൻ, നമ്മുടെ ടെക്നോളജി ഒക്കെ പണ്ട് നമുക്ക് ആ ഒരു രീതിയിലുള്ള ടെക്നോളജി ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം കാലക്രമേണ നമ്മൾ സ്പ്രെഡായി നമ്മുടെ അടുത്തേക്കും അത് എത്തി, നമ്മളും അത് ഫോളോ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മുടെ മോഡേണൈസേഷൻ എന്ന് പറയുന്നത് വെറുതെ ഒരു സ്ഥലത്ത് തുടങ്ങി ഒരു സ്ഥലത്ത് അവസാനിക്കുന്നതല്ല, ഒരു സൊസൈറ്റിയിൽ നിന്നും അടുത്ത സൊസൈറ്റിയിലേക്ക് സ്പ്രെഡ് ആയിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു പെർസ്പെക്റ്റീവാണ്. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവിലേക്ക് വരുമ്പോൾ നമ്മളുടെ മോഡേണൈസേഷനിലൂടെ ഹ്യൂമൻ ബിഹേവിയറിലും പേഴ്സണാലിറ്റിയിലും ആറ്റിറ്റ്യൂഡിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ആളുകൾ കുറച്ചുകൂടെ അച്ചീവ്മെന്റ് ഓറിയന്റഡ് ആയിട്ട്, കുറച്ചുകൂടെ ആളുകൾ ഇന്നോവേറ്റീവ് ആയിട്ട്, ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങി, പുതിയ പുതിയ ഐഡിയാസിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി അല്ലെ. ഇപ്പൊ ഡേവിഡ് മെക്ലാന്റെ നീഡ് ഫോർ അച്ചീവ്മെന്റ്, അച്ചീവ്മെന്റ് എന്ന് പറയുന്ന തിയറി ഉണ്ട്. അതായത് ആളുകൾ എന്താ, അവർക്ക് ട്രഡീഷണൽ സൊസൈറ്റിയിൽ മാത്രം ബിലീവ് ചെയ്യാതെ അവർ കൂടുതൽ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി അവർ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എല്ലാവരും അങ്ങനെ അച്ചീവ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ എന്താ പറ്റിയ, മൊത്തത്തിലെ എക്കോണമിക് ഗ്രോത്ത്, ഓവറോൾ ആയിട്ടുള്ള എക്കോണമിക് ഗ്രോത്ത് സൊസൈറ്റിയിൽ വളരാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ്, അദ്ദേഹത്തിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ മോഡേണൈസേഷൻ എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ അല്ല, നാച്ചുറലി വരുന്ന പ്രോസസ്സാണ്, കാലക്രമേണ നമ്മുടെ സൊസൈറ്റിയിൽ വരുന്ന ഒരു പ്രോസസ്സാണെന്നാണ് അദ്ദേഹം നമ്മൾ മോഡേണൈസേഷനെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അത് ക്യാപിറ്റലിസത്തിനും എക്സ്പ്ലോയിറ്റേഷനും ലിങ്ക് ചെയ്തുകൊണ്ട് വരുന്ന ഒരു പ്രോസസ്സാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ മോഡേണൈസേഷൻ വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ് ഇൻഈക്വാലിറ്റി അവിടെ ഉണ്ടാവുന്നുണ്ട്, അവിടെ ഡോമിനേഷൻ ഉണ്ടാവുന്നുണ്ട്. മോഡേണൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല, അവിടെ നല്ലതുണ്ടെങ്കിലും ഒരുപാട് ഡീമെറിറ്റ്സും നമുക്ക് മോഡേണൈസേഷനിലൂടെ ഉണ്ടാവുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മോഡേണൈസേഷൻ ഉണ്ടാവുമ്പോൾ എല്ലാവരും മോഡേണൈസ്ഡ് ആവുന്നില്ല. അപ്പോഴും എന്താ പറയാ, ഏറ്റവും താഴേക്കടയിൽ നിൽക്കുന്ന ആളുകൾ അവർ ഒരുപാട് ഇഷ്യൂസ് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ എക്കോണമിക്കലി ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ഡെവലപ്ഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ ബാക്കിയുള്ള അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഒക്കെ എന്താണ്, അവരിപ്പോഴും ബാക്കിയുള്ള ഡെവലപ്ഡ് കൺട്രീസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ
അദ്ദേഹം പറയുന്നത് മോഡേണൈസേഷൻ എന്ന് പറയുന്നത് ന്യൂട്രൽ എന്നായിട്ടുള്ള കാര്യമല്ല. അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റലിസത്തിനൊക്കെ ഒരുപാട് ഗ്രോത്ത് ഓഫ് ക്യാപിറ്റലിസം ഒക്കെ ആയിട്ട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മോഡേണൈസേഷൻ എന്ന് പറയുമ്പോൾ ഡെവലപ്പിംഗ് വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ എപ്പോഴും എന്താ പറയുക ഡിപ്പെൻഡഡ് ആയിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ റോ മെറ്റീരിയൽ ഒക്കെ പുവർ നാഷൻസിൽ നിന്നാണ്, താഴേക്കിടയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ നിന്നാണ് റോ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ചിലപ്പോൾ എടുക്കുന്നത്. പക്ഷെ അവർക്ക് പ്രത്യേകിച്ച് ഒരു ലാഭമൊന്നും കിട്ടുന്നില്ല. ബാക്കിയുള്ള ഇത് വാങ്ങുന്ന രാജ്യങ്ങൾ അതിൽ നിന്നും നല്ല നല്ല ഉൽപാദനങ്ങളൊക്കെ നല്ല നല്ല ഉൽപ്പന്നങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ച് അവർ ലാഭങ്ങൾ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട്. ആ കൺട്രികളൊക്കെ റിച്ച് ആയിക്കൊണ്ടേ ഇരിക്കുക. അപ്പൊ എന്താ പറ്റുന്നത്, ഈ ഒരു അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് എപ്പോഴും ഈ ഒരു ഡെവലപ്ഡ് കൺട്രീസിനെ ഡിപ്പെൻഡ് ചെയ്യാണ്. കാരണം ഈ റോ മെറ്റീരിയൽ ഒക്കെ ഈ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രിയിൽ നിന്നാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ വികസനമൊന്നും ഇല്ലാത്ത കൺട്രിയിൽ നിന്നാണ് കിട്ടുന്നത്. ആ റോ മെറ്റീരിയൽ കുറച്ച് പൈസയ്ക്ക് വാങ്ങിയിട്ട് ഡെവലപ്ഡ് കൺട്രീസ് പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയാണ്. എന്തുകൊണ്ടാണ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഈ ഉൽപ്പന്നങ്ങളൊന്നും ഉണ്ടാക്കാതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങളോ അതിനാവശ്യമായിട്ടുള്ള ഫിനാൻഷ്യലി അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ അവർക്കില്ല. അതുകൊണ്ടാണ് അവരിത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഡെവലപ്ഡ് കൺട്രീസിലേക്ക്. അവരതുകൊണ്ട് നല്ല രീതിയിലുള്ള ലാഭം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എന്നും ഈ ഒരു അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഡെവലപ്ഡ് കൺട്രീസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയൊക്കെ മോഡേണൈസേഷൻ വന്നാലും അവിടെ ഇനീക്വാലിറ്റിയുടെ ഗ്യാപ്പ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ ക്ലാസ് കോൺഫ്ലിക്റ്റും ഈ ഒരു മോഡേണൈസേഷനിലൂടെ ഉണ്ടാവുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത് ഡിഫറെൻറ്റ് സ്റ്റേജിൽ ഇപ്പോൾ മോഡേണൈസേഷൻ നമ്മൾക്ക് ഡിഫറെൻറ്റ് സ്റ്റേജിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അക്കോർഡിംഗ് ടു ഡബ്ല്യു അദ്ദേഹത്തിന്റെ മോഡൽ 1960 സൊസൈറ്റിയുടെ പ്രോഗ്രസ് ഉണ്ടാവുന്നത്, സൊസൈറ്റിയുടെ ഗ്രോത്ത് ഉണ്ടാവുന്ന സ്റ്റേജിനെ പറ്റി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ട്രഡീഷണലിൽ നിന്ന് മോഡേണിലേക്ക്, അവിടെ നിന്ന് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്ക് എന്നുള്ള രീതിയിൽ സൊസൈറ്റിയിലുള്ള മാറ്റത്തെ, പ്രോഗ്രസിനെ റോസ്റ്റോ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അദ്ദേഹത്തിന്റെ 5 സ്റ്റേജസ് ഓഫ് എക്കോണമിക് ഗ്രോത്ത്, റോസ്റ്റോയുടെ 5 സ്റ്റേജസ് ഓഫ് എക്കോണമിക് ഗ്രോത്ത് ഉണ്ട്. അപ്പൊ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ട്രഡീഷണൽ സൊസൈറ്റിയാണ്. ട്രഡീഷണൽ സൊസൈറ്റിയിൽ എന്താ സംഭവിക്കുക, അവിടെ എക്കോണമി എന്ന് പറയുന്നത് അഗ്രികൾച്ചർ, കൃഷിയെ അടിസ്ഥാനമാക്കിയുള്ള നമ്മളുടെ എക്കോണമി ആയിരുന്നു. എല്ലാവരും കൃഷി ചെയ്യുന്ന ആളുകളായിരുന്നു. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ടെക്നോളജി ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. സോഷ്യൽ സ്ട്രക്ചർ ആയിക്കോട്ടെ വ്യക്തമായൊരു ഹൈറാർക്കി ഉണ്ടായിരുന്നു. അവിടെ ആദ്യം ഏറ്റവും മുകളിൽ ഉണ്ടായിരുന്ന കിങ്സ് ആണ്, രാജാക്കന്മാരായിരുന്നു. ദെൻ ലാൻഡ് ലോർഡ്സ്, ഏറ്റവും താഴേക്കിടയിലുള്ളത് പെസൻസ്, സാധാരണ കൃഷിക്കാരായിരുന്നു. ആ ഒരു രീതിയിൽ ഒരു ഹൈറാർക്കി നമ്മൾക്ക് ട്രഡീഷണൽ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു അക്കോർഡിംഗ് ടു റോസ്റ്റോ. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രഡീഷണൽ സൊസൈറ്റി ആയിരുന്നു. ദെൻ സൊസൈറ്റിയിൽ മാറ്റങ്ങൾ ആരംഭിക്കാൻ വേണ്ടി തുടങ്ങി. അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള പ്രീ കണ്ടീഷൻ ഫോർ ടേക്ക് ഓഫ്, അതായത് ഒരു മാറ്റത്തിന് മുന്നേ ഉള്ള ഒരു പ്രീ കണ്ടീഷൻസ്, ചെറിയ ചെറിയ ചേഞ്ചസ് വരാൻ തുടങ്ങി. ഫാമിങ്ങിലൊക്കെ പുതിയ പുതിയ മെത്തേഡ്സ്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, എഡ്യൂക്കേഷൻ ഒക്കെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി അല്ലെ. അതുപോലെ തന്നെ ഈ പുറത്തു നിന്നുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസുകൾ ഉണ്ടാവാൻ തുടങ്ങി. അതുപോലെ മോഡേണൈസേഷൻ തുടങ്ങിയിട്ടില്ല, പക്ഷെ അതിന് ചെറിയ ചെറിയ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഈ ഒരു പ്രീ കണ്ടീഷൻ ഫോർ ടേക്ക് ഓഫ് സ്റ്റേജിലാണ് വന്നിട്ടുള്ളത്. ചെറിയ ചെറിയ മാറ്റങ്ങൾക്കുള്ള ഒരു തുടക്കമായിരുന്നു രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള ടേക്ക് ഓഫ് സ്റ്റേജിലേക്ക് വരുമ്പോൾ അവിടെ ഇൻഡസ്ട്രികൾ നല്ല രീതിയിൽ വളരാൻ തുടങ്ങി, ഇൻവെസ്റ്റ്മെന്റുകൾ കൂടാൻ തുടങ്ങി. അതുപോലെ തന്നെ എക്കോണമി നമ്മളുടെ സാമ്പത്തികപരമായി അഗ്രികൾച്ചറിൽ നിന്നും മാനുഫാക്ചറിംഗിലേക്ക് മാറി, കൃഷിയിൽ നിന്നും വ്യവസായത്തിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പൊ ഈ ഒരു ടേക്ക് ഓഫ് സ്റ്റേജിലാണ് വലിയ രീതിയിലുള്ള റാപ്പിഡ് ആയിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ വന്നിട്ടുള്ളത്. അടുത്ത സ്റ്റേജിലാണ് ഡ്രൈവ് ടു മെച്യൂരിറ്റി. നാലാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ ടെക്നോളജി എല്ലായിടത്തും സ്പ്രെഡ് ആവാൻ തുടങ്ങി. ഇൻഡസ്ട്രി ആയിക്കോട്ടെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള ഇൻഡസ്ട്രികൾ വരാൻ തുടങ്ങി. അതുപോലെ നമ്മുടെ എക്കോണമി വളരാൻ വേണ്ടി തുടങ്ങി. ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള സ്റ്റേജ് ആയിട്ടുള്ള ഏജ് ഓഫ് ഹൈ മാസ് കൺസപ്ഷനിലേക്ക് വരുമ്പോൾ എന്താ, അഡ്വാൻസ്ഡ് ഇൻഡസ്ട്രികളുടെ ഡോമിനേഷൻ കാണാൻ തുടങ്ങി. ആളുകളും ഹൈ സ്റ്റാൻഡേർഡ്സ് ഓഫ് ലിവിങ്ങിൽ വരാൻ വേണ്ടി തുടങ്ങി. അതുപോലെ മൊത്തത്തിലെ ഗുഡ്സ് ആൻഡ് സർവീസസ്, മൊത്തത്തിലെ ടെക്നോളജി, എല്ലാ രീതിയിലും സൊസൈറ്റി നല്ല രീതിയിൽ വളരാൻ വേണ്ടി തുടങ്ങി. അപ്പൊ ഈ ഒരു 5 സ്റ്റേജ്, എക്കോണമിക് ഗ്രോത്തിന്റെ 5 സ്റ്റേജ് എന്ന് പറയുന്നത് റോസ്റ്റോയുടെ എക്കോണമിക് ഗ്രോത്തിന്റെ ഒരു കോൺസെപ്റ്റ് ആണ്. ആദ്യം ട്രഡീഷണൽ സൊസൈറ്റി ആയിരുന്നു,
അവിടെ നിന്ന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്ന് പ്രീ കണ്ടീഷൻസ് ഫോർ ടേക്ക് ഓഫ്, ആ ഒരു ടേക്ക് ഓഫിന് മുന്നേ ഉള്ള മാറ്റം, അതിനുശേഷം ടേക്ക് ഓഫ് സ്റ്റേജ് ആയി, നല്ല രീതിയിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി, ഇൻഡസ്ട്രി വരാൻ തുടങ്ങി, എക്കോണമി അഗ്രികൾച്ചറിൽ നിന്ന് മാനുഫാക്ചറിംഗിലേക്ക് മാറി, ദെൻ ഡ്രൈവ് ടു മെച്യൂരിറ്റി, അടുത്ത സ്റ്റേജ് ആണ് ടെക്നോളജി എല്ലാ രീതിയിലും സ്പ്രെഡായി, ഇൻഡസ്ട്രീസ് മാറാൻ തുടങ്ങി. അതുപോലെ തന്നെ ഏജ് ഓഫ് ഹൈ മാസ് കൺസപ്ഷൻ, അഡ്വാൻസ്ഡ് ഇൻഡസ്ട്രികൾ വന്നു, ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, നല്ല രീതിയിൽ സൊസൈറ്റി മാറാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ മോഡേണൈസേഷൻ തിയറിയിലേക്ക് വരുമ്പോൾ ഒരുപാട് ക്രിറ്റിക്സ് നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ. അതായത് സിംപ്ലിസിറ്റി ഓഫ് ദ മോഡൽ, അതായത് മോഡേണൈസേഷൻ തിയറി എന്ന് പറയുന്നത് ക്ലിയർ ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള എന്താ പറയാ ഒരു റോഡ് മാപ്പാണ് അല്ലെ. അതായത് നമ്മള് West provides the examples since Western nations already become modern, others can follow the same path. അതായത് നമ്മളുടെ മോഡേണൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ വെസ്റ്റ് സൊസൈറ്റി ഓൾറെഡി മോഡേണൈസ്ഡ് ആയി, അപ്പൊ ബാക്കിയുള്ള സൊസൈറ്റി എന്താ ചെയ്യുന്നത്, അത് ആ ഒരു പാത്ത് ഫോളോ ചെയ്യാന്നുള്ളതാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ മോഡേണൈസ് ആവല്ല, ബാക്കിയുള്ള സൊസൈറ്റി എന്താണോ ചെയ്യുന്നത് അത് വെച്ചിട്ട് സൊസൈറ്റി ഫോളോ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു മോഡേണൈസേഷനിൽ നടന്നത്. ഇപ്പൊ ട്രഡീഷണൽ സൊസൈറ്റി ഒക്കെ എന്താ ചെയ്തത്, ബാക്കിയുള്ള സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ് എന്താണോ അതിനെ അഡോപ്റ്റ് ചെയ്തു, അല്ലാതെ പുതിയതായിട്ടുള്ള രീതിയിൽ അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. ബാക്കിയുള്ള സൊസൈറ്റി എന്താണോ ചെയ്യുന്നത് അതവിടെ അഡോപ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു മോഡേണൈസേഷനിൽ വന്നിട്ടുള്ള ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത് അല്ലെ. അതായത് അവരുടേതായിട്ടുള്ള രീതിയിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒന്നും ഉണ്ടായിട്ടില്ല, ബാക്കിയുള്ളതിനെ അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ മോഡേണൈസേഷൻ ഉണ്ടായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ വീക്ക്നെസ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇറ്റ് ടു സിംപ്ലിസിറ്റ് ആൻഡ് ഇഗ്നോർ ഗ്ലോബൽ ലിങ്ക്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ കൺട്രീസ് നമ്മളുടെ ഒരുപാട് റാപ്പിഡ് ഗ്രോത്തുകൾ, ഒരുപാട് കൺട്രി മോഡേണൈസ്ഡ് ആയിട്ടുണ്ട്. മോഡേണൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് അസ്യൂംസ് ദാറ്റ് എ കൺട്രി ഡെവലപ്സ് മെയിൻലി ബൈ ഇറ്റ്സ് ഓൺ ഇന്റേണൽ എഫേർട്ട്. അതായത് ഒരുപാട് കൺട്രികൾ മോഡേണൈസേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് സൗത്ത് കൊറിയ, സിംഗപ്പൂർ ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ മോഡേണൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, അവർ ഇന്റേണലി വന്നത് മാത്രമല്ല, ഇന്റേണലി വന്നിട്ടുള്ള മാറ്റം മാത്രമല്ല, അവർ പുറത്ത് ഒരുപാട് ഫോറിൻ ട്രേഡ്, US ഒക്കെ ആയിട്ട് ഒരുപാട് ഫോറിൻ ട്രേഡുകൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഗ്ലോബൽ മാർക്കറ്റുകളൊക്കെ അവർ ഷെയർ ചെയ്തു, ഗ്ലോബലി അവർക്ക് ലിങ്കുകൾ വന്നു അല്ലെ. അവർക്ക് ലോകമാസകനം ആ രീതിയിൽ ഗ്ലോബലി ലിങ്കുകൾ വന്നു, ഇന്റഗ്രേഷൻ വന്നു. അപ്പൊ അതുകൊണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് അവിടെ മോഡേണൈസേഷൻ ഉണ്ടായിട്ടുള്ളതെന്നുള്ളതാണ്. അല്ലാതെ സ്വന്തം കഴിവുകൊണ്ടോ എഫേർട്ട് കൊണ്ടോ മാത്രം മോഡേണൈസ്ഡ് ആയിട്ടുള്ളതല്ല. ബാക്കിയുള്ള അവർ കച്ചവടത്തിലൂടെ, ബാക്കിയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ, ഫോറിൻ ട്രേഡിലൂടെയൊക്കെ ബാക്കിയുള്ള കൺട്രി ആയിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് മോഡേണൈസ്ഡ് ആയിട്ടുണ്ടെന്നുള്ളതാണ്. അടുത്തതാണ് ഹാർഡ് ഫോർ പുവർ കൺട്രീസ് ടു ക്യാച്ചപ്പ്. അതായത് മോഡേണൈസ്ഡ് ആവാന്ന് പറയുന്നത് ഡെവലപ്ഡ് കൺട്രീസ് എന്നും ഫാസ്റ്റ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുക. പക്ഷെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് എന്താ, അവർക്ക് ഒരു രീതിയിലുള്ള വളർച്ചയില്ല, ഒരു രീതിയിലും വളരാനുള്ള സാഹചര്യങ്ങളില്ല. അപ്പൊ ആ ഒരു ഗ്യാപ്പ്, ഡെവലപ്ഡും ഡെവലപ്പിങ്ങും അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് വളർന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഡെവലപ്ഡ് കൺട്രീസ് എന്നും വളരാണ്, പക്ഷെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിന് ഒരു രീതിയിലുള്ള വളർച്ചയും ഇല്ല, അവര് എന്നും താഴേക്കിടയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ റോസ്റ്റോയുടെ മോഡലിലേക്ക് വരുമ്പോൾ അദ്ദേഹം പ്രോപ്പർ ആയിട്ട് ഒരു 5 സ്റ്റേജ് ഓഫ് ഗ്രോത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എല്ലാ കൺട്രിക്കും ഈ ഒരു 5 സ്റ്റേജ് ഓഫ് ഗ്രോത്ത് അല്ല ഫോളോ ചെയ്തിട്ടുള്ളത്. പല കൺട്രീസും പല ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു സ്റ്റേജ് ഓഫ് ഗ്രോത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രോപ്പർ ആയിട്ടുള്ള മോഡലാണ്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു മോഡലാണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം പല കൺട്രിയുടെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരുന്നു. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ചില കൺട്രി അഗ്രികൾച്ചറിൽ നിന്നും ഇൻഡസ്ട്രിയിലേക്ക് മാറിയിട്ടുണ്ട് അല്ലെ. അങ്ങനെ പല രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് സൊസൈറ്റിയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫെയിലിയർ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇതിനൊരുപാട് നമ്മൾക്ക് ഒരുപാട് ക്രിറ്റിസിസം വരുന്നുണ്ട്. അതുപോലെ തന്നെ പല സ്റ്റേജുകളും ഓവർലാപ്പാണ്, പ്രോപ്പർ ആയിട്ടൊരു ക്ലിയർ കട്ടൊന്നുമില്ല, ഓവർലാപ്പ് ചെയ്തൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഇതിനൊരുപാട് ഡീമെറിറ്റ്സ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഡിപ്പെൻഡൻസി തിയറിയിലേക്ക് വരുമ്പോൾ എന്താണ്, നമുക്ക് ഒരുപാട് ഇന്റേണൽ ഇഷ്യൂസ് വരുന്നുണ്ട് അല്ലെ. നമ്മൾ പ്രോപ്പർ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇന്റേണൽ ഇഷ്യൂസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു ഡെവലപ്മെന്റിന്റെ സമയത്ത്. അതുപോലെ തന്നെ നമ്മളുടെ ഗ്ലോബൽ സ്ട്രക്ചറിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡെവലപ്ഡ് കൺട്രീസ് എന്നും വളർന്നുകൊണ്ടിരിക്കുക, ബാക്കിയുള്ള അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് എന്നും ഈ ഒരു ഡെവലപ്ഡ് കൺട്രീനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അവരെന്നും താഴേക്കിടയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ AG ഫ്രാങ്ക് അദ്ദേഹത്തിന്റെ മെട്രോപോളിസ് സാറ്റലൈറ്റ് മോഡലില് അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, അറ്റ് ദ ടോപ്പ് ഈസ് മെയിൻ മെട്രോപോളിസ് വിച്ച് ഈസ് ഇൻഡിപെൻഡന്റ്
ടോപ്പായിട്ടുള്ള മെയിൻ മെട്രോപോളിസ് ആയിട്ടുള്ള കൺട്രി, അതായത് USA പോലെയുള്ള നല്ല രീതിയിലുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രികൾ എന്നും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ താഴേക്കിടയിൽ നിൽക്കുന്ന കൺട്രികൾ, താഴേക്കിടയിൽ നിൽക്കുന്ന സാറ്റലൈറ്റ് ആയിട്ടുള്ള ബോട്ടം ആയിട്ടുള്ള പുവർ കൺട്രീസ് എന്നും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുക. അപ്പം കുറച്ച് കൺട്രികൾ മാത്രമാണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ എന്താണ്, കുറച്ച് കൺട്രികൾ സാറ്റലൈറ്റ് ആയിട്ട് വരുന്ന പുവർ കൺട്രികൾ എന്നും ഡിപ്പെൻഡഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മെട്രോപോളിസ് സാറ്റലൈറ്റ് മോഡലിൽ അദ്ദേഹം ഡിപ്പെൻഡഡ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയ USA പോലെയുള്ള കൺട്രികളെ മെട്രോപോളിസ് എന്നും താഴേക്കിടയിൽ നിൽക്കുന്ന ഡിപ്പെൻഡഡ് ആയിട്ടുള്ള കൺട്രികളെ സാറ്റലൈറ്റ്സ് എന്നും വിളിച്ചു. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്നും ഈ മെട്രോപോളിസ് ആയിട്ടുള്ള ഡിപ്പെൻഡഡ് ആയിട്ടുള്ള കൺട്രികൾ സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഡിപ്പെൻഡഡ് ആയിട്ടുള്ള മെട്രോപോളിസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കൺട്രികൾ സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള കൺട്രികളെ ആശ്രയിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതായത് നമ്മുടെ തേർഡ് വേൾഡ് കൺട്രീസ് ഒക്കെ ഉണ്ടല്ലേ, അതായത് ഡെവലപ്പിംഗ് കൺട്രീസ് എപ്പോഴും ലോണുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ നിന്ന് എടുക്കുക. അപ്പൊ അവരിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയും ബാക്കിയുള്ള കൺട്രികളൊക്കെ എന്താണ്, അവർക്ക് ഒരുപാട് ഇഷ്യൂസ് വരികയും അവർ മൊത്തത്തിൽ ആ ഒരു കൺട്രീനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, ദെൻ നമ്മളുടെ ഡെവലപ്മെന്റിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഡെവലപ്മെന്റിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മളുടെ സർപ്ലസ് എനർജി, അതുപോലെ അവയർനെസ് ഓഫ് ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നുള്ളൂ. അതുപോലെ നമ്മൾക്ക് അഡ്വാൻസ്മെന്റിനുള്ള അസ്പിരേഷൻസ് നമുക്ക് വരേണ്ടതുണ്ട്. മൊത്തത്തിൽ ഈ ഒരു 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് നമ്മൾക്ക് ഉണ്ടാവും എന്ന് പറയാൻ പറ്റും. ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾക്ക് ഈ ഒരു കാര്യങ്ങൾ അടുത്ത സ്ലൈഡുകളിലായിട്ട് നോക്കാം. അപ്പൊ നമ്മൾ എനർജി നമ്മളുടെ എക്സസ് ആയിട്ടുള്ള സർപ്ലസ് എനർജി നമുക്ക് വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടാവും എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതായത് നമ്മൾ ന്യൂ ഐഡിയാസ് നമുക്ക് വേണം, അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ വേണം, ഈ സാധ്യതകളെ പറ്റി നമ്മൾക്ക് അവയർനെസ് ഉണ്ടാവണം, അതുപോലെ നമുക്ക് പ്രോഗ്രസിനുള്ള അസ്പിരേഷൻ വേണം, അതുപോലെ റിസോഴ്സസ്, ടൂള്, ക്യാപ്പബിൾ ഇൻഡിവിജ്വൽസ്, നമുക്ക് നല്ല രീതിയിൽ സോഷ്യൽ ഇന്ററാക്ഷൻസ്, അതുപോലെ ഫോറിൻ ഇന്ററാക്ഷൻസ് ആയിക്കോട്ടെ, നമ്മൾ നല്ല രീതിയിൽ ഇന്ററാക്ഷൻസ് വേണം, പബ്ലിക് സപ്പോർട്ട് വേണം. അപ്പൊ എല്ലാം ഉണ്ടെങ്കിൽ ഈ ഒരു എനർജി, ഈ ഒരു എക്സസ് ആയിട്ടുള്ള എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് എല്ലാ രീതിയിലും നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ കൺട്രി നമുക്ക് ഡെവലപ്പ് ഉണ്ടെന്ന് നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇല്ലാത്തിടത്തോളം കാലം ഇതെല്ലാം നമുക്കൊരു ബാരിയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു തടസ്സമായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുക. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു സർപ്ലസ് എനർജി മാത്രമല്ല, നല്ല രീതിയിൽ അവയർനെസ് ഉണ്ടാവണം. നമ്മുടെ ഓപ്പർച്യൂണിറ്റീസിനെ, നമ്മളുടെ ചലഞ്ചസിനെ പറ്റിയിട്ട് നമ്മൾ ബോധവാന്മാരായിരിക്കണം. ഓക്കെ, നമ്മൾ സ്റ്റേബിൾ ആയിട്ട്, നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ മാത്രം നിൽക്കാതെ നമ്മൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടും ഫ്യൂച്ചറിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാം. അപ്പൊ നമ്മൾ ഡെവലപ്ഡ് കൺട്രീസിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ചൈന, USA ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ അടുത്ത 50 വർഷം അവർ എന്താണോ അതൊക്കെ അവർക്ക് ഇപ്പോഴേ അവർ പ്രിപ്പയർ ആണ്, വെൽ പ്ലാൻഡ് ആണ്. അവരുടെ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, എല്ലാ കാര്യത്തിലും അവർ വെൽ പ്ലാൻഡ് ആയിട്ട് നിൽക്കുകയാണ് അല്ലെ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താണ്, ഒരു അത്ര സ്റ്റേബിൾ അല്ല, അത്രയും ഒരു കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ നിൽക്കുകയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റൂലേ. അപ്പൊ ആ ഒരു രീതിയിൽ ഫ്യൂച്ചർ പോസിബിലിറ്റീസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കൂടുതലായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള അവയർനെസ് നമുക്ക് വേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള അസ്പിരേഷൻസ് നമുക്ക് വേണം, സ്ട്രോങ് ആയിട്ടുള്ള അസ്പിരേഷൻസ് നമുക്ക് വേണ്ടതായിട്ടുണ്ട് അല്ലെ. അതായത് കൂടുതലായിട്ടും എങ്ങനെ അച്ചീവ് ചെയ്യാം, നമ്മളുടെ പൊട്ടൻഷ്യൽ എന്താണ്, നമുക്ക് എങ്ങനെയൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫാർമേഴ്സ് ആണെങ്കിൽ അവരെ കൂടുതലായിട്ടും ന്യൂ ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്യുക, പുതിയ പുതിയ ക്രോപ്പുകൾ യൂസ് ചെയ്യുക. അപ്പൊ എല്ലാ രീതിയിലും നല്ലൊരു റെവല്യൂഷൻ, നല്ലൊരു മാറ്റം നമുക്ക് സൊസൈറ്റിയിൽ ഉണ്ടാവാൻ വേണ്ടി എല്ലാവരും നല്ലൊരു അസ്പിറേഷൻ ഉണ്ടായാലേ ഈ ഒരു മാറ്റം ഉണ്ടാവാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ ഒരു മാറ്റം എങ്ങനെ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. ഈ ഒരു മാറ്റത്തിന് തടസ്സം നിൽക്കുന്ന ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് പെർസെപ്ച്വൽ വാൾസ് ആൻഡ് ഡെഡ് എൻഡ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എപ്പോഴും നമ്മൾ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് നമ്മൾ തെറ്റായ രീതിയിൽ ഇമാജിൻ ചെയ്യരുത് അല്ലെ. അതായത് സൊസൈറ്റീസ് ഓഫൺ ഫെയിൽ ടു ഇമാജിൻ ദെയർ ഫ്യൂച്ചർ ആൻഡ് മിസ്റ്റേക്ക് ഓപ്പർച്യൂണിറ്റീസ് ഫോർ പ്രോബ്ലം. നമ്മൾ തെറ്റായ രീതിയിൽ നമ്മൾ ഇമാജിൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഒരു രീതിയിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടാവുന്നില്ല, നമ്മുടെ ഓപ്പർച്യൂണിറ്റീസിനൊക്കെ നമ്മൾ തടസ്സം നിൽക്കുക ചെയ്യുന്നത്.
നമുക്ക് എന്താണെങ്കിലും ഓക്കെ ഇത് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആവുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ അത് ചെയ്യുന്നില്ല. അവിടെ ഒരു പ്രോഗ്രസ് നമ്മൾ അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യുക. അപ്പൊ എല്ലാ രീതിയിലും നമ്മൾ ജഡ്ജ്മെന്റിലൂടെയും നമ്മൾ തന്നെ ആ ഒരു വാള് ക്രിയേറ്റ് ചെയ്യാണ്. നമ്മൾ എല്ലാത്തിനെയും തടസ്സം നിർത്തുക ചെയ്യുന്നത് എല്ലാ രീതിയിലുള്ള ഡെവലപ്മെന്റിനെ. അപ്പൊ നമ്മൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ആ റിസ്ക് ഒക്കെ എടുത്തിട്ട് നമ്മൾ മാറ്റം കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ, നമ്മൾ അങ്ങനെ ഇമാജിൻ ചെയ്യാതെ നല്ല രീതിയിലുള്ള മാറ്റം കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നമ്മളുടെ സൊസൈറ്റി നല്ല രീതിയിൽ പ്രോഗ്രസ് ആവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഔട്ട്ഡേറ്റഡ് ആറ്റിറ്റ്യൂഡ്സ്, ഓൾഡ് മൈൻഡ് സെറ്റുകൾ നമ്മൾ മാറ്റാന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദേ ഹാഡ് ദ ചൈനയിൽ 15th സെഞ്ചുറിയിൽ ദേ ഹാഡ് ദ ബെസ്റ്റ് നേവി ആൻഡ് റിസോഴ്സസ് ബട്ട് റെസിസ്റ്റഡ് ഔട്ട്സൈഡ് ഐഡിയാസ് ആൻഡ് ട്രേഡ്. ദർ ഐസൊലേഷൻ സ്റ്റോപ്ഡ് ഫ്രം ബിക്കമിങ് ഗ്ലോബൽ ഡിസ്കവേഴ്സ്. അവർ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഓൾഡ് മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ട് എന്താ പറ്റുക, അവിടെ ഒരു രീതിയിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നില്ല. അവർക്ക് നല്ല രീതിയിലുള്ള നേവിയും റിസോഴ്സസ് ഒക്കെ ചൈനയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവർ ഐഡിയാസും ട്രേഡൊക്കെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ മടിച്ചു നിന്നുകൊണ്ട് എന്ത് പറ്റി, അവിടെ നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് അവർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗലീലിയോ, ഇപ്പൊ ചില സ്കോളേഴ്സ് ഒക്കെ റിഫ്യൂസ് ടു യൂസ് ഇറ്റ് ഡിസ്റ്റർബിങ് ന്യൂ ഇൻവെൻഷൻസ്. ഇപ്പൊ ഗലീലിയോയുടെ ടെലിസ്കോപ്പ് അല്ലെ, അപ്പൊ പലരും അതുപോലെ ഇൻവെൻഷൻസ് ഒക്കെ ഇത് നല്ലതാണോ, സൊസൈറ്റിന് വേണ്ടത്ര കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്നില്ലോ എന്ന് വിചാരിച്ച് ആ ഒരു ഇൻവെൻഷൻ അവിടെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ന് പല രീതിയിലുള്ള ഡെവലപ്മെന്റ് നമുക്ക് ഉണ്ടാവില്ലായിരുന്നു സൊസൈറ്റിയിൽ. അതുപോലെ തന്നെ മെഡിസിൻ ഇൻ യൂറോപ്പ്, പ്രോഗ്രസ് വാസ് സ്ലോ ബിക്കോസ് ഡോക്ടേഴ്സ് റെഫ്യൂസ്ഡ് ടു ഷെയർ റെമഡീസ് അൺടിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് ദ റോയൽ സൊസൈറ്റി എൻകറേജ്ഡ് കോപ്പറേഷൻ. യൂറോപ്പിലൊക്കെ മെഡിസിന്റെ ഒക്കെ ഒരു വളർച്ച എന്ന് പറയുന്നത് സ്ലോ ആയിരുന്നു. കാരണം ഡോക്ടേഴ്സ് അവർക്ക് പല ഓൾഡ് മൈൻഡ് സെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, അത് ഡെവലപ്മെന്റിനെ സ്റ്റോപ്പ് ചെയ്തു. ദെൻ റോയൽ സൊസൈറ്റിയുടെ ഇടപെടലൊക്കെ ശേഷമാണ് അവിടെ ആളുകൾ കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ ഇതിനെ എൻകറേജ് ചെയ്തത്. അപ്പൊ എവിടെ ഡെവലപ്മെന്റ് ഉണ്ടോ അവിടെ ഈ ഒരു ഓൾഡ് മൈൻഡ് സെറ്റും ഔട്ട്ഡേറ്റഡ് ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ മാറ്റി വെച്ച് കൂടുതൽ ഫ്യൂച്ചർ പ്രോഗ്രസിന് വേണ്ടിയിട്ട് ആളുകൾ ഒന്നായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുടെ എന്താണ് ഓൾഡ് ഹാബിറ്റ്സ്, ഒരുപാട് ഓൾഡ് ഹാബിറ്റ്സുകൾ ഉണ്ട് അല്ലെ. ഇപ്പൊ നമ്മളുടെ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഹൈ ബർത്ത് റേറ്റിലൂടെ എന്താണ് ഇൻഫാന്റ് മോർട്ടാലിറ്റി, അതൊക്കെ നമ്മൾക്ക് എന്താണ് അതിലൊക്കെ ഒരുപാട് ഇഷ്യൂസ് നമ്മൾക്ക് വരുന്നുണ്ട്. അതുപോലെ ഗോൾഡ് സേവിങ്സ് ഒക്കെ ആയിക്കോട്ടെ, ഇപ്പൊ നമ്മൾ ഇപ്പോഴും ആ ഒരു ഡൗറി സിസ്റ്റം, അതുപോലെ ഒരുപാട് സിസ്റ്റങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ സേവ് ചെയ്യുന്ന കാര്യത്തിലായാലും ഗോൾഡ് അല്ലാണ്ട് ഒരുപാട് വേറെ രീതിയിലുള്ള നമ്മളുടെ സേവിങ്സ് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴും ആ ഒരു ഓൾഡ് ഹാബിറ്റ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്താ പറ്റുക, മൊത്തത്തിൽ ആ ഒരു എക്കോണമിക് സിസ്റ്റത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാവുന്നില്ല അല്ലെ. ഒരുപാട് പുതിയ പുതിയ ടെക്നോളജീസ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോഴും ആ ഒരു ഓൾഡ് ഹാബിറ്റിൽ മാത്രം നമ്മൾ സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മളുടെ അനാക്രോണിസംസ്, ഒരുപാട് മാറ്റങ്ങൾ, നമ്മൾ അത്രയും മാറ്റത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഒരുപാട് ടെക്നോളജീസ് വന്നാലും ഇപ്പോഴും ആ ഒരു ഓൾഡ് ഹാബിറ്റ് അതിപ്പോ നമ്മളുടെ സൊസൈറ്റിയിൽ ഫിറ്റ് ആയിട്ടില്ലെങ്കിലും ആ ഒരു ഓൾഡ് ഹാബിറ്റിനെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഡെവലപ്മെന്റ് സ്ലോ ആവുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഹ്യൂമൻ സൊസൈറ്റി നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 200 ഇയേഴ്സിൽ നല്ല രീതിയിലുള്ള പ്രോഗ്രസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ ലാസ്റ്റ് 10,000 ഇയേഴ്സ് നോക്കുന്ന സമയത്ത് ലാസ്റ്റ് 200 ഇയേഴ്സിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വളരെ നല്ല രീതിയിലുള്ള പ്രോഗ്രസ് നമുക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി ആയിക്കോട്ടെ നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഹാസ് ഇൻക്രീസ്ഡ് സോ മച്ച് ദാറ്റ് വി ക്യാൻ നൗ സപ്പോർട്ട് 12 times more than people than in അതായത് നമ്മളുടെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഒരുപാട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകളെ 12 times പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റിയും അതുപോലെ തന്നെ ഒരുപാട് നമ്മളുടെ റൂറൽ ഫാമിംഗ് സൊസൈറ്റി എന്നൊക്കെ മാറി ആളുകൾ 3% ആളുകൾ എന്താണ് മുന്നേക്കെ ഹ്യൂമൻ ഷിഫ്റ്റഡ് ഫ്രം മോസ്റ്റ്ലി റൂറൽ ആൻഡ് ഫാമിംഗ് സൊസൈറ്റി ആയിരുന്നു. അതായത് 3% ആളുകൾ മാത്രമായിരുന്നു സിറ്റിയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ കാലക്രമേണ അത് മാറി 40% ആളുകൾ അർബനിലേക്കും ഇൻഡസ്ട്രിയൽ സിറ്റിയിലേക്കും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ,
ഓക്കെ, അതുപോലെ തന്നെ 1800 12 ടൈംസ് മോർ ദാൻ 1800 പീപ്പിൾ അതായിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, ഒരുപാട് ഇഷ്യൂസ് നമ്മൾക്ക് സൊസൈറ്റിയിൽ ഈ ഒരു ഡെവലപ്മെന്റിലൂടെ വന്നിട്ടുണ്ട്. നമുക്കിത് വളർച്ച മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്, പക്ഷെ ഒരുപാട് ഇഷ്യൂസ് നമുക്ക് സൊസൈറ്റിയിൽ വന്നിട്ടുണ്ട്. ഓവർ ക്രൗഡിങ് വന്നു, പൊല്യൂഷൻസ് വന്നു, ക്രൈം വന്നു, പൊളിറ്റിക്കൽ ഫ്രീഡം വന്നു, ഒരുപാട് ഇഷ്യൂസ് നമുക്ക് വന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ ലാസ്റ്റ് 50 ഇയേഴ്സിൽ നമ്മളുടെ അക്കോർഡിംഗ് ടു UNDP 1997 അച്ചീവ്ഡ് മോർ റെഡ്യൂസിങ് പോവർട്ടി ദാൻ ഇൻ പ്രീവിയസ് 500 ഇയേഴ്സ്. അപ്പോൾ പോവർട്ടിയിലൊക്കെ എന്താണ്, റെഡ്യൂസ് ആണ് ഉണ്ടായിട്ടുള്ളത്, പോവർട്ടിയിൽ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ലൈഫ് എക്സ്പെക്ടൻസി ഹയർ ആയി, ഇൻഫന്റ് മോർട്ടാലിറ്റി കുറഞ്ഞു, ശിശുമരണ നിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട് അല്ലേ. അതുപോലെ പണ്ട് കാലത്തൊക്കെ ഒരുപാട് എപ്പിഡമിക് ഡിസീസസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരുപാട് ഡിക്ലൈന് എപ്പിഡമിക് ഡിസീസസിന് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഫാമിൻ അതിനൊക്കെ ലെസ് വന്നിട്ടുണ്ട്, പകർച്ചവ്യാധികളൊക്കെ കുറഞ്ഞിട്ടുണ്ട് അല്ലെ. അതുപോലെ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, നല്ല രീതിയിലുള്ള ആക്സസ് എഡ്യൂക്കേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ആവറേജ് ഇൻകം എന്ന് പറയുന്നത് പണ്ട് കാലത്തെ അപേക്ഷിച്ച് 3% ട്രിപ്പിൾ ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ ആവറേജ് കൺസപ്ഷനും എന്താണ്, ഡബിൾ ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ ഡെവലപ്മെന്റിന് നല്ല രീതിയിലുള്ള ഒരു സ്പീഡപ്പ് നമ്മൾക്ക് ഈ ഒരു കാലയളവിൽ വന്നിട്ടുണ്ട്. 1 ബില്യൺ പീപ്പിൾ, പക്ഷെ ഇന്നും 1 ബില്യൺ പീപ്പിൾ ആളുകൾ പോവർട്ടിയിൽ തന്നെയാണ്. പക്ഷെ ഡെവലപ്മെന്റ് സ്പീഡായിട്ട് വന്നിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ UK നോക്കുകയാണെങ്കിൽ പെർ ക്യാപിറ്റ ഡബിൾ പെർ ക്യാപിറ്റ ഔട്ട്പുട്ട് ഇൻ 58 ഇയേഴ്സ് ആണ് അല്ലെ, അക്കോർഡിംഗ് ടു 1780 വെച്ച് നോക്കുകയാണെങ്കിൽ. ഓക്കെ, അതുപോലെ തന്നെ ജപ്പാൻ ഇതിന് 24 വർഷം എടുത്തിട്ടുണ്ട്. USA 47 വർഷം എടുത്തിട്ടാണ് ഈ ഒരു മാറ്റം പെർ ക്യാപിറ്റയിൽ ഈ ഒരു മാറ്റം വന്നിട്ടുള്ളത്. ഇന്തോനേഷ്യയിൽ 17 വർഷം കൊണ്ടാണ് ഈ ഒരു മാറ്റം വന്നിട്ടുള്ളത്. സൗത്ത് കൊറിയയിൽ 11 വർഷം എടുത്തു, ചൈനയിൽ 10 വർഷം എടുത്തു. അതുപോലെ തന്നെ 1960 മുതൽ 1990 വരെ നോക്കുകയാണെങ്കിൽ ലിവിങ് സ്റ്റാൻഡേർഡ് ഇൻക്രീസ് 12 ടൈംസ് ഇൻ സൗത്ത് കൊറിയ. സൗത്ത് കൊറിയയിൽ 12 ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ജപ്പാനിൽ 7 ടൈംസിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഈജിപ്തിലും പോർച്ചുഗലിലും 6 തവണ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അതുപോലെ തായ്ലാൻഡിലൊക്കെ 5 ടൈം ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം മൊത്തത്തിൽ നമ്മൾ ഈ ഒരു ഡെവലപ്മെന്റിന്റെ മോഡേണൈസേഷൻ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് അതുപോലെ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായി, ഓക്കെ, അതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.